നിത്യനും വാക്കുമാറാത്തവനുമായ സർവശക്തൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാനുള്ള സാവകാശം ഒരുക്കി തന്നവന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി ഞാൻ പറയുകയാണ്. പ്രത്യേകാൽ കൊട്ടാരക്കര YMF-ൻ്റെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ 18ാമത്തെ ബൈബിൾ ക്ലാസ്സിൽ അടിയനും കടന്നു വന്ന് പങ്കെടുക്കുവാനുള്ള അതീവ ഭാഗ്യം ലഭ്യമായി. ദൈവം ഈ സന്ദർഭം അടിയന് വേണ്ടി ഒരുക്കി തന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അന്ത്യകാല സഭയും ഭക്തിയും, ഇതാണ് നാം ഈ 3 ക്ലാസ്സുകളിൽ കൂടെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ആ നിലയിൽ പഠിക്കുവാനുള്ള ആവശ്യമുണ്ടോ, അത് വാസ്തവത്തിൽ റെലവൻ്റ് ആണോ എന്നൊക്കെ ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് പഠിക്കും തോറും ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം അതാണ് എന്നുള്ളത് ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി. വാസ്തവത്തിൽ നമുക്കെല്ലാം ഉണ്ട്. പ്രത്യേകാൽ ബ്രദറൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്. പക്ഷേ വാസ്തവത്തിൽ നാം നമ്മുടെ ഹൃദയങ്ങളൊന്ന് പരിശോധിച്ചാൽ നമ്മിൽ നിന്ന് അന്യം നിന്ന് പോയത് മറ്റൊന്നുമല്ല, ഈ ദൈവഭക്തിയാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ള പ്രവണതയിലല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. എന്നെക്കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വചന കേൾവി മൂലം നാം നമ്മെ തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാൻ സംഗതി വന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണമായിട്ട് 2 വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. എന്നെ വായിച്ച് സഹായിക്കുന്നവരുണ്ടെന്ന് ഞാൻ കരുതുന്നു. വായിക്കാം. ആദ്യമായിട്ട് പഴയ നിയമത്തിലെ മലാഖി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ മതി. 1-ന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. പുതിയ നിയമത്തിലെ അന്ത്യപുസ്തകമായ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായൊരു ഭാഗമാണ്. എങ്കിലും ആമുഖമായി അതൊന്ന് വായിച്ച് നമുക്ക് കേൾക്കാം. വെളിപ്പാട് 3-ന്റെ 14 മുതൽ 22 വരെ. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. മതി. മലാഖി പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകൾ നാം ശ്രദ്ധിച്ചു. പഴയ നിയമ കാലാന്ത്യത്തിൽ ദൈവത്തിന് പറയുവാനുള്ള അന്ത്യവാക്കുകളാണ് മലാഖിയിൽ കൂടെ ദൈവം അറിയിച്ചത്. മലാഖി പുസ്തകം വായിച്ച് പരിചയപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവർ എന്ന് ഞാൻ കരുതുന്നു. കാരണം ആ മലാഖി പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണീരാൽ കുതിർന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ അത് വായിച്ച് മനസ്സിലാക്കിയത്. ദൈവം കരയുകയാണ്. ദൈവത്തിൻ്റെ സങ്കടങ്ങൾ താൻ പ്രവാചകനിൽ കൂടെ ജനത്തെ അറിയിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് നാം അത് വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടതുണ്ട്. എന്നെ ചൊല്ലി ദൈവത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീരാണോ എന്ന് ഞാൻ ചിന്തിക്കണം. എന്താണ് ദൈവത്തിൻ്റെ പ്രശ്നം? ദൈവം മറ്റൊന്നും അന്വേഷിക്കുന്നില്ല. ദൈവത്തിന് ദൈവഭക്തിയുള്ള ജനത്തെയാണ് വേണ്ടത്. അതുകൊണ്ട് കാലാന്ത്യത്തിൽ പഴയ നിയമകാലത്തിൻ്റെ അന്ത്യഭാഗത്തെന്ന് പറയുന്ന മലാഖിയിൽ കൂടെ കർത്താവ് പറയുകയാണ്, ഞാൻ ഒരു ഭക്തനെ അന്വേഷിക്കുകയാണ്. എന്നാൽ എനിക്ക് കണ്ടുകിട്ടുവാൻ കഴിഞ്ഞില്ല. ഇവിടെ താൻ ജനത്തോട് ചോദിക്കുകയാണ്, എന്താണ് ആ ദൈവത്തിൻ്റെ ആദ്യ ചോദ്യം? ദൈവം പറയുകയാണ്, മകൻ അപ്പനെയും ദാസൻ യജമാനെയും
ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ദൈവം തന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു രംഗമാണ്. ദൈവം ജനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അപ്പനാണ്. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ യജമാനൻ കൂടെയാണ്. അപ്പനും യജമാനനുമായവനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഇതാണ് ചോദ്യം. അപ്പനെങ്കിൽ താൻ ആഗ്രഹിക്കുന്നത്, അവിടെ വായിച്ചത് അപ്പൻ എങ്കിൽ ബഹുമാനം, യജമാനനെങ്കിൽ ഭക്തി. ഈ ഭക്തിയും ബഹുമാനവും തമ്മിൽ പൂരകങ്ങളാണ്. ഭക്തിയും ബഹുമാനവും ഇത് രണ്ടും ഒന്നിച്ച് നമുക്ക് പറയുവാൻ കഴിയും. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ ഇവിടെ ചോദിക്കുന്നത്? ഞാൻ അപ്പനാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുപോലെ നാളുകളായി എനിക്ക് നിങ്ങളോട് കരുണ തോന്നുന്നു. എന്നാൽ ഈ ദൈവത്തിൻ്റെ കരുണാകടാക്ഷം നിരസിച്ചുകൊണ്ട് അപ്പനോട് കാണിക്കേണ്ടുന്ന ബഹുമാനവും ഭക്തിയും കാണിക്കാതെ ഈ ജനം വഴുതിപ്പോയല്ലോ. ദൈവത്തിൻ്റെ ഹൃദയം തകർന്ന് ദൈവത്തിൻ്റെ കണ്ണുകളിൽ കൂടെ കണ്ണുനീർ ഒഴുകുകയാണ്. ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചു. ദൈവം ഇന്ന് സ്വർഗത്തിലിരിക്കുകയാണ്. എൻ്റെ ജീവിതചര്യകളെ താൻ കാണുന്നു, എന്നെ ദൈവം ശ്രദ്ധിക്കുന്നു. എന്നിട്ട് ദൈവത്തിന് ഒരു വാക്ക്, എൻ്റെ മകനായി, എൻ്റെ ദാസനായി എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുവാൻ കഴിയുമോ? അല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരാണോ വാർക്കപ്പെടുന്നത്? ഇതൊന്ന് ചിന്തിക്കുക. ഒടുവിൽ, അതായത് മലാക്കി പുസ്തകത്തിലാണല്ലോ വായിച്ചത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാം. അന്നത്തെ മനുഷ്യരുടെ സ്ഥിതി എന്തായിരുന്നു? ആ വായിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ പരിചയപ്പെട്ട വേദഭാഗമാണ്. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇത് വായിക്കുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ, ഇവരുടെ മനോഭാവം ഏത് രീതിയിലായിരുന്നു? അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് കാണുവാൻ കഴിഞ്ഞത് ഒരു ആത്മീക അചേതനത്വം അവർക്ക് ദൈവത്തിന് കാണുവാൻ കഴിയും. അവർ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ചത്തവരെ പോലെയാണ് ജീവിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ജീവനില്ലാതെ പോയിരിക്കുക. മാത്രമല്ല, ഒരു നിർവീകരത അല്ലെങ്കിൽ ഇൻസെൻസിറ്റീവ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ലെഥാർജി, ഇംഗ്ലീഷിൽ പറയുകയാണ് ലെഥാർജി, ഒരു ആലസ്യ മനോഭാവം. അതുപോലെ തന്നെ ലൂക്ക്വാംനെസ്. നാം ഇപ്പോൾ വായിച്ച വെളിപ്പാട് പുസ്തകം 3 ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന ആ ലൂക്ക്വാംനെസ്, അത് മലാക്കി പുസ്തകത്തിൽ അന്നത്തെ സമകാലത്ത് ജീവിച്ച ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരു മന്ദത. ഇതൊക്കെയാണ് അന്നത്തെ ജനത്തിനുണ്ടായിരുന്ന സ്ഥിതിവിശേഷം. ഇന്നത്തെ സ്ഥിതിവിശേഷം എന്ന് നമുക്ക് ചിന്തിക്കണം. അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ കാലാന്ത്യത്തിൽ എത്തി നിൽക്കുന്ന ദൈവസഭയിലേക്ക് ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് മലാഖയിൽ കൂടെ പറഞ്ഞതല്ലാതെ മറ്റൊന്നും മാറ്റി പറയുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഞാനൊരു പക്ഷെ നിങ്ങളെ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. പൊതുവെ നമ്മുടെ സമൂഹത്തിന് പറ്റിയ വലിയ അബദ്ധവും അമളിയും ഇത് നമുക്ക് നികത്തിയേ മതിയാകും. ഇതിലേക്കുള്ള ഒരു കാൽച്ചുവട് വയ്ക്കുവാൻ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ കൂടെ അല്ലെങ്കിൽ കേൾവിയിൽ കൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ ദൈവം ചോദ്യം ചോദിക്കുമ്പോൾ ആ മനുഷ്യരുടെ പ്രത്യേകതകൾ നമുക്കറിയാം. ഏതാണ്ട് ഒരു 7 തവണ ദൈവം ചോദിക്കുന്നതിന് അവര് ഉത്തരം പറയത്തില്ല. ഉത്തരം എന്താ പറയുന്നത്? ദൈവം ചോദിച്ചാൽ ദൈവത്തിൻ്റെ ചോദ്യത്തിന് അവര് ഉത്തരമല്ല, അവര് വീണ്ടും ഒരു ചോദ്യം ഉന്നയിക്കും. ദൈവം എന്തെങ്കിലും ചോദിച്ചു പോയാൽ ആ ചോദ്യത്തിന് ഉത്തരമല്ല പറയുക, ആ ചോദ്യത്തിനെതിരെ ഒരു മറുചോദ്യം. ദൈവത്തോട് മറുചോദ്യം ചോദിക്കുന്ന ഒരു ജനത, ഒരു സന്തതി. ഇവിടെ വായിക്കുന്ന ആ ഭാഗത്ത് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത് എന്തുവാ? 1:7 ഞാനത് വായിച്ചേക്കാം. 1:7 ഒടുവിലത്തെ ഭാഗം. എന്നാൽ നിങ്ങൾ എതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. രണ്ടാമതായിട്ട് 2:14 നാം വായിക്കുന്നു. 2:14 എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. വീണ്ടും 2:17 നാം വായിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ, നിങ്ങൾ പറയുന്നത് എന്നോട് മറുചോദ്യം ചോദിച്ചുകൊണ്ട് പറയുന്നു എന്ന് താൻ ആവർത്തിച്ചു പറയുകയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് 3:7 നാം ഇങ്ങനെ വായിക്കുന്നു. 3:7 വാക്യത്തിൽ ഒന്ന് വായിക്കാം.
നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. വീണ്ടും അതുപോലെ തന്നെ 3:8 വാക്യം, ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ 3:13 വായിക്കുമ്പോൾ ഒടുവിലത്തെ ഭാഗത്ത് നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ 3:15 വായിക്കുമ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദൈവം ചോദിക്കുമ്പോഴൊക്കെയും ഇവർക്ക് ഉത്തരമില്ല. പക്ഷേ ദൈവത്തോട് കസർത്ത്, ദൈവത്തോട് മറുചോദ്യം ഉന്നയിക്കുന്ന ഒരു മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, ഞാൻ അപ്പനല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടുന്ന നിങ്ങൾ മക്കൾ എന്തുകൊണ്ട് മറുചോദ്യം ചോദിക്കുന്നു? ഞാൻ നിങ്ങളുടെ യജമാനനല്ലേ? അങ്ങനെയാണെങ്കിൽ അനുസരണത്തിൻ്റെ വാക്കുകളല്ലേ നിങ്ങളിൽ നിന്ന് വരേണ്ടത്? പക്ഷേ ഇത് രണ്ടും അവരുടെ മധ്യയില്ല. അപ്പനും അതുപോലെ യജമാനനുമായ ദൈവത്തിനോടുള്ള അവരുടെ മനോഭാവം വളരെ വളരെ വ്യത്യസ്തമായ ഒരു നിലയിലേക്ക് മാറിയിരിക്കുക. ഭക്തി എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പിന്നെ വിവരിക്കാം. എങ്കിലും ആമുഖമായി പറയട്ടെ, ഇവിടെ അപ്പൻ ദൈവമാണെങ്കിൽ അപ്പനോടുള്ള സ്നേഹവും ആദരവും, അപ്പൻ ദൈവം യജമാനാണെങ്കിൽ ആ ദൈവത്തോടുള്ള മതിപ്പും അതുപോലെ ബഹുമാനം. അങ്ങനെയാണെങ്കിൽ ഭക്തിയെ നമുക്ക് നിർവചിക്കാൻ കഴിയും എ റെവറൻഷ്യൽ ലവ്, സ്നേഹപുരസ്സരമായ ബഹുമാനമെന്നും ബഹുമാനപുരസ്സരമായ സ്നേഹമെന്നും നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്നും ആ ഭക്തി നമുക്കും ആവശ്യമാണ് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം വെളിപ്പാട്ടിലേക്ക് കടന്നു വന്നാൽ അവിടെ വായിക്കുന്ന എന്താ? വാസ്തവത്തിൽ ഇതൊക്കെ പറഞ്ഞ ശേഷം, അതായത് മലാക്കി പുസ്തകത്തിൽ ദൈവം തൻ്റെ ദുഃഖമൊക്കെ ഇവരെ അറിയിച്ച ശേഷം ഭക്തിയുള്ള സന്തതിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് താൻ പറയുന്നതിന് ഒരു വാക്യം ഉപോത്ബലകമാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വായിക്കാം. 3:16 വായിക്കാമോ? ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല മലാക്കി പുസ്തകത്തിൽ 3:16. മലാക്കി 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ നമസ്കരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. മതി, 4:2 കൂടെ ചേർത്ത് വായിക്കാം. 4:2. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. പുസ്തകം അവസാനിക്കാറായപ്പോൾ മലാക്കി പറയുകയാണ്, ഇങ്ങനെയൊക്കെ ദൈവം സങ്കടപ്പെട്ട് ഒരു ഭക്തനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ നടുവിൽ ഒരു ശേഷിപ്പ് ദൈവത്തിന് കാണുവാൻ കഴിയും. മറ്റുള്ളവർ മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷവും ദൈവ വഴികൾ വിട്ട് അപ്പനെയും യജമാനെയും മറന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിന് ചിലരെ കാണുവാൻ കഴിഞ്ഞു. അതിൻ്റെ മധ്യ ഒരു ശേഷിപ്പ്, യഹോവ ഭക്തിയുള്ളവരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി ഒരു പുസ്തകം തന്നെ ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർ ഉണ്ട് എന്നുള്ളത് ദൈവത്തിന് സന്തോഷം നൽകുന്ന വിഷയമാണ്. എപ്പോഴും കൂരിരുളിൻ്റെ മധ്യേ ജ്വലിക്കുന്ന ഒരു ചെറിയ വെളിച്ചം അത് നമുക്ക് സന്തോഷം നൽകുന്ന പോലെ തന്നെ ഇന്നും ഞാൻ പറയട്ടെ, വലിയ കൂട്ടം ആളുകൾ അപ്പനെയും യജമാനെയും മറന്ന് തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ അതിൻ്റെ മധ്യേ ദൈവത്തെ അപ്പനായി കാണുവാൻ, ദൈവത്തെ സ്വന്തം യജമാനായി കാണുവാനും, ദൈവത്തോട് സ്നേഹവും അതുപോലെ ബഹുമാനവും കാണിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ദൈവത്തിനും നമുക്കും സന്തോഷം നൽകുന്ന വിഷയം. ആ ചെറിയ ശേഷിപ്പിൽ ഞാനും ഉൾപ്പെടണമേ, എന്നെയും അതിലേക്ക് ചേർത്തുകൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നാം പഴയ നിയമത്തിൽ ഒരു ഭക്തനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹം അത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു വ്യക്തിയാണ്. കാരണം ആഹാബിൻ്റെ കാലത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പേര് ഒബദ്യാവ്. എന്താ നിങ്ങൾക്കറിയാമോ? ഒബദ്യാവിനെ കുറിച്ച് പരിചയമുള്ളവരോട് ഉണ്ടല്ലേ? ഒബദ്യാവിൻ്റെ പ്രവചന പുസ്തകം നമുക്കറിയാം. പക്ഷേ ആഹാബിൻ്റെ കാലത്ത്
ഇസ്രായേലിലെ ഏറ്റവും ദുഷ്ടനും ക്രൂരനുമായ ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ അരമനയിൽ തന്നെ പാർക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹവിചാരകനായിരുന്ന ഒരു ഒബദ്യാവിനെ കുറിച്ച് വായിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എലിയാവ് പോലും പറഞ്ഞു, ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രമാണ് ദൈവഭക്തിയുള്ളവൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഏറ്റു പറഞ്ഞു, ഇല്ല, നിന്നെപ്പോലെ 7000 പേരുണ്ടെന്ന്. പക്ഷേ ആ 7000 പേരിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒബദ്യാവ്. ഒബദ്യാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-12 വാക്യങ്ങളിൽ വായിച്ചാൽ ആദ്യം ദൈവാത്മാവ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാർ 18-ന്റെ 3-ാം വാക്യവും 12-ാം വാക്യവും. ആകയാൽ ആഹാബ് തന്റെ ഗൃഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയെങ്കൽ മഹാഭക്തനായിരുന്നു. നോക്കുക, ഒബദ്യാവോ യഹോവയെങ്കൽ മഹാഭക്തൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഭക്തനായിരുന്നു എന്നല്ല, മഹാഭക്തൻ എന്ന് വേറെ ആരെയും കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തരണം. ബൈബിളിൽ പഴയ നിയമത്തിൽ മഹാഭക്തനായ ഒരു മനുഷ്യൻ, അതാരായിരുന്നു? ഗ്രഹവിചാരകനായ ഒബദ്യാവ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വാക്ക്, തന്നെക്കുറിച്ച് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. 12. ഞാൻ നിന്നെ പിരിഞ്ഞുപോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകും. ഞാൻ ആഹാബിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. ആദ്യം പറഞ്ഞത് എഴുത്തുകാരൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. ഒബദ്യാവോ വേറിട്ട് നിൽക്കുന്ന പുരുഷനാണ്, എ ഡിസ്റ്റിങ്ഷ്ഡ് പേഴ്സൺ എന്ന് പറയാം. ആ കൂട്ടത്തിൽ ഇസ്രായേൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ് ഒബദ്യാവിൻ്റെത്. താൻ പാർക്കുന്ന ഇടം പാപഭംഗിലമാണ്, അവിടെ എല്ലാ മ്ലേച്ഛതകളുമുണ്ട്. എങ്കിലും അതിൻ്റെ മധ്യേ നിൽക്കുന്ന ഈ മനുഷ്യൻ ഒബദ്യാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ വിശ്വസ്തയോടെ നിറവേറ്റുന്ന ഒരു മനുഷ്യൻ. തനിക്ക് മനസ്സിലായി, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിൻ്റെ ഉദ്ദേശം തനിക്കറിയാം. കാരണം ഈ ദുഷ്ടന്റെ കൂടെ പാർക്കുക, എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ദൈവേഷ്ടം ആ വ്യക്തി മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറയുകയാണ്, എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കുന്ന, അല്ലെങ്കിൽ ആ ക്ഷാമകാലത്ത് രാജാവ് ഒരു വഴിക്ക്, ഒബദ്യാവ് മറ്റൊരു വഴിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഈ ഒബദ്യാവിൻ്റെ മുമ്പിലാണ് എലിയാവ് പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ എത്തി നടന്ന സംഭാഷണമാണെന്ന് വായിച്ചുകൾ. അവിടെ എലിയാവ് പറഞ്ഞു, ഇതാ ഏലിയാവ് വന്നിരിക്കുന്നു, നീ ആഹാബിനോട് പോയി അറിയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണ് നാം വായിക്കുന്നത്. എന്നെ കൊല്ലുവാനാണോ ചങ്ങാതി എന്ന് ചോദിച്ചു പോയി. എന്നെ കൊല്ലുവാനാണോ? ഞാൻ പോയി പറയും, പക്ഷേ അടുത്ത ക്ഷണത്തിൽ ദൈവാത്മാവ് അങ്ങേ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ, കാരണം ഇത്രയും വർഷങ്ങൾ 3 വർഷമായി അങ്ങയെ കാണാനില്ല, ഞങ്ങൾക്കറിയാം ദൈവാത്മാവ് അങ്ങേ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആഹാബ് ചിന്തിച്ചു കാണും, അവൻ്റെ പണി കഴിഞ്ഞു, അവനില്ല, അവൻ പട്ടിണി കിടന്ന് ചത്തു കാണും എന്നൊക്കെ ചിന്തിച്ചു കാണും. എന്നാൽ ഈ മനുഷ്യന് മനസ്സിലായി, ഈ ഭക്തനായ മനുഷ്യൻ മനസ്സിലായി, യഹോവയുടെ ദാസന്മാരെ യഹോവ പരിപാലിക്കുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഞാൻ പോയി പറഞ്ഞാൽ നാളെ ഇദ്ദേഹത്തെ കാണാൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ പണി പോക്ക, അല്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് താൻ പറയുകയാണ്, യജമാനനെ, ഞാൻ ബാല്യം മുതൽ യഹോവ ഭക്തനാണ്, എനിക്ക് അർഹിക്കുന്ന നന്മകൾ എനിക്ക് വേണം. എന്നെ ബാല്യം മുതൽ യഹോവ ഭക്തിയിൽ വളർത്തിയ ഒരു മാതാവും പിതാവും ഉണ്ടെന്നാ താൻ വിളിച്ചു പറഞ്ഞത്. ഞാനത് ആലോചിച്ച് നോക്കി. ബാല്യം മുതൽ മഹാഭക്തനായിരുന്നു, ഇപ്പോൾ മഹാഭക്തനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭക്തി എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് ചെറുപ്പത്തിൽ തൻ്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ഭക്തിയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ മധ്യേ, പാപഭംഗിലമായ സമൂഹത്തിൻ്റെ മധ്യേ ഒരു കൂട്ടം ആളുകൾ വിശ്വസ്തരായിരുന്നു, അവർ ഭക്തരായിരുന്നു. ഈ മഹാഭക്തന്റെ പിതാവ് ആരായിരുന്നിരിക്കണം? ദുഷ്ടനായിരിക്കുമോ? ഇല്ല. ആ മാതാവ് എങ്ങനെയുള്ളവളായിരിക്കണം? ചിന്തിക്കുക, ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, ഹന്നയുടെ ആത്മാവുള്ള ഒരു മാതാവ് ഈ മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, യഹോവ ഭക്തി അറ്റുപോകുന്നു എന്ന് സങ്കടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുമതലകളെ നാം ഒന്ന് വിശകലനം ചെയ്യണം. പലപ്പോഴും അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്നവരാണ് നാം. പക്ഷേ നമ്മുടെ കർത്തവ്യങ്ങളെ നാം ഇതിലേക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, നമ്മെ കൊണ്ട് എന്ത് സാധിക്കും എന്ന് നാം ചിന്തിക്കാറില്ല. ആ നിലയിൽ ഇവിടെ വായിച്ചത്, എന്നെ വളർത്തിക്കൊണ്ടുവന്ന, ചെറുപ്പത്തിൽ തന്നെ ഈ ഒബദ്യാവിനെ ഒരുക്കിക്കൊണ്ടുവന്ന ഒരു മാതാവും പിതാവും ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ യാചിക്കുകയാണ്, നിങ്ങൾക്ക് ദൈവം ഒരു ഒബദ്യാവിനെ തന്നുവെങ്കിൽ അവൻ്റെ
അവൻ്റെ ഭാവിയെ ഓർക്കുമ്പോൾ ഈ പൈതൽ വളർന്നാൽ അവൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരണം. അവൻ ഈ ആഹാബിൻ്റെ അരമനയിൽ പാപം പെരുകി കിടക്കുന്ന ഈ സമൂഹത്തിൽ എൻ്റെ പൈതൽ, എൻ്റെ മകൻ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭക്തനാകണം. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ എളുപ്പമാണ്. ഞാൻ അതിലേക്കൊന്നും വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നാം മലാഖിയുടെ പുസ്തകത്തിൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോഴാണ് ഈ വാക്ക് ഞാൻ ഓർത്തത്. എന്ന് പറഞ്ഞാൽ കാലാന്ത്യം അല്ലെങ്കിൽ പഴയ നിയമ കാലാന്ത്യത്തിലുള്ള സ്ഥിതിവിശേഷമാണ് ഞാൻ ഓർപ്പിച്ചത്. എന്നാൽ അതിൽ നിന്ന് നാം അല്പം മാറി ഒരു വാക്യം കൂടെ വായിച്ചാൽ 2:14 വാക്യം ഒന്ന് നോക്കാം. 2 തമിഴിൽ, മലയാളത്തിൽ 15 ഒന്ന് വായിക്കാട്ടെ. മലാക്കി 2:15. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. മതി. ഇവിടെ വായിച്ച വേദഭാഗം നമുക്ക് അറിയാവുന്ന വാചകമാണ്. പക്ഷേ ഒരുപാട് ഭാഷാ പരിഭാഷയിൽ വ്യത്യസ്തമായി പരിഭാഷപ്പെടുത്തിയ വാക്യമാണ് ഈ വായിച്ചു കേട്ടത്. അതിൻ്റെ തമിഴ് പരിഭാഷ വേറെ അർത്ഥത്തിലാണ്, മലയാളത്തിൽ ഈ നിലയിലാണ്. പക്ഷേ ആകെ മൊത്തം പണ്ഡിതന്മാരുടെ മതപ്രകാരം ഞാൻ പറയട്ടെ, അവിടെ വായിച്ചത് ദൈവം, തമിഴ് വാക്ക് ഞാനൊന്ന് ഓർപ്പിക്കാം. ദൈവം എന്താണ് വാസ്തവത്തിൽ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഭക്തിയുള്ള ഒരു സന്തതി വേണം. തമിഴിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, 2:15. അത് ഞാൻ മലയാളത്തിൽ പറയാം, തമിഴിൽ ഉള്ളത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പറയാം. ദൈവം ഒരുവനെയല്ലയോ സൃഷ്ടിച്ചത്, അവനിൽ ആത്മാവ് ധാരാളം ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഒരുമയിൽ പടച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു? എന്തിനു വേണ്ടി? ചോദ്യത്തിന് ഉത്തരം താഴെ ആ തമിഴിൽ തന്നെ വായിക്കും. ദൈവഭക്തിയുള്ള സന്തതിയെ ലഭിക്കേണ്ടതിന് തന്നെ. ഇതാണ് തമിഴിലെ പരിഭാഷ. ദൈവഭക്തിയുള്ള സന്തതിക്ക് വേണ്ടി ദൈവം ചില ഏർപ്പാടുകൾ ചെയ്തു വെച്ചു. എന്താണ് ഏർപ്പാട്? ഒരിക്കലും വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാർ ഒരു കാരണവശാലും വേർപിരിയരുത്. അങ്ങനെയുള്ള ഡിവോഴ്സ് അത് ദൈവദ്രോഹമാണ്. അത് ഭാര്യയോട് കാണിക്കുന്ന ഒരു വലിയ പാപമാണ്, വിശ്വാസ വഞ്ചനയാണ്. ഇതാണ് ദൈവം ഓർപ്പിക്കുന്നത്. അപ്പോൾ ഭാര്യാഭർത്തൃബന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർ അവർ അന്യോന്യം വിശ്വസ്തരായി പാർക്കണം. ഒരിക്കലും ഭർത്താവ് തൻ്റെ ഭാര്യയോട് വഞ്ചന കാണിക്കരുത്. അങ്ങനെ കാണിച്ച് കുടുംബത്തിൽ വഞ്ചനയും അവിശ്വാസവും വെച്ചു പുലർത്തിയാൽ നിങ്ങളിൽ കൂടെ ഉളവാകുന്ന കുഞ്ഞ് ഒരിക്കലും ദൈവഭക്തിയുള്ള സന്തതിയായി മാറുകയില്ല. അപ്പോൾ ദൈവഭക്തിയുള്ളവരെ അന്വേഷിക്കുന്ന മലാക്കിയിൽ കൂടെയുള്ള ദൈവത്തിൻ്റെ അന്വേഷണം അദ്ദേഹത്തെ ഇങ്ങനെ പറയുവാൻ നിർബന്ധിക്കുകയാണ്: എനിക്ക് ദൈവഭക്തിയുള്ള സന്തതി വേണം. ഈ ദൈവഭക്തിയുള്ള സന്തതി എന്ന വാക്ക് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, വരുവാനിരിക്കുന്ന മശിഹ എന്ന് പറയുന്ന സന്തതിയെക്കുറിച്ചാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാൻ വന്നത് ഇത് മാത്രമാണ്. ദൈവത്തിന് ഭക്തിയുള്ള സന്തതി വേണം. ഈ തലമുറയിൽ ദൈവം ഭക്തന്മാരെ അന്വേഷിക്കുന്നു. പക്ഷേ ആര് കൊടുക്കും എന്നുള്ള ചോദ്യത്തിന് ഭക്തിയുള്ള മാതാപിതാക്കന്മാരിൽ നിന്ന് ദൈവത്തിന് ഭക്തിയുള്ള സന്തതികൾ ലഭിക്കും. ഞാൻ പറയട്ടെ, ഭക്തിയില്ല, ഈ തലമുറയിൽ ഭക്തരില്ല എന്നൊക്കെ നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വയം ഒന്ന് കുറ്റപ്പെടുത്തുവാൻ നാം തയ്യാറാണ്. നാം ചെയ്ത തെറ്റാണ് ഈ സന്തതിയിൽ ഇത്രമാത്രം അഭക്തി നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തരുത്. ഈ സഹോദരൻ അല്ലെങ്കിൽ ആ സുവിശേഷകൻ അല്ലെങ്കിൽ ആ മൂപ്പൻ ഇദ്ദേഹത്താലാണ് എൻ്റെ മക്കൾ നശിച്ചത് എന്ന് ആരെങ്കിലും പറയുമെങ്കിൽ അതൊരു അബദ്ധ പ്രസ്താവനയാണ്. ദൈവഭാഗം നാം കുറ്റവാളികളായിത്തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദൈവഭക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ അന്വേഷിക്കുന്ന ദൈവത്തിന് കണ്ണുകൾ ദൈവം എത്തിക്കുന്നത് ചില ഭവനങ്ങളിലേക്കാണ്. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിലും അതുപോലെ തന്നെയാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ ഭക്തിയുള്ള ഒരു ദമ്പതികളെക്കുറിച്ച് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവഭക്തിയുള്ള സന്തതികളെ ദൈവത്തിന് വേണം, ഈ തലമുറയിൽ വേണം. എന്നാൽ ആ തലമുറയിൽ ദൈവഭക്തിയുള്ള സന്തതിയെ നൽകുവാനുള്ള ചുമതല ഭക്തരായ മാതാപിതാക്കന്മാർക്കുണ്ട്. നിങ്ങളുടെ ഭക്തി ജീവിതമാണ് ഈ തലമുറയിൽ ഭക്തിയുള്ള സന്തതികളെ
ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കേണ്ടതാണ്. നാം വെളിപ്പാട് പുസ്തകത്തിലേക്കും കടന്നു വരാം. ഞാൻ അവിടെ നിന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കാനല്ല, കാലാന്ത്യത്തിൽ പുതിയ നിയമകാലത്തിൻ്റെ അന്ത്യസഭയിൽ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കൊന്ന് വായിക്കാം. 3:14 നാം ആദ്യത്തെ 2 വാക്കുകൾ മാത്രം വായിക്കാം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. 2 വാക്യം കൂടി വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഈ സഭയെക്കുറിച്ച് നാം വായിച്ചു പഠിച്ചവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ നിന്ന് എടുത്തു പറയേണ്ടതായിട്ട് ഒന്നുമില്ല. എങ്കിലും സഭാ കാലയളവുകളെ ഞാൻ പരിശോധിക്കുമ്പോൾ ഈ ലവോദിക്യ സഭയുടെ കാലയളവാണ് അന്ത്യകാലയളവ് എന്ന് പണ്ഡിതമതം പറയുന്നു. നാമും അതിനോട് ചേർന്ന് ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ഈ തലമുറ എങ്ങനെയുള്ളവരാണ് എന്ന് വചനം പറയുന്നു. ഏത് നിലയിലുള്ളവരായിട്ടാണ് ദൈവം നമ്മെ കാണുന്നത്? ലവോദിക്യ സഭ, ഞാൻ പറയട്ടെ, അത് ബ്രദറൻ സഭയാ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ജീവിക്കുന്ന, ഇന്ന് ബ്രദറൻ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ, വിശ്വാസികളെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതചര്യ അന്ത്യകാല സഭയുടെ സകല ദുഷ്പ്രവണതകളും ഉൾക്കൊണ്ടതാണ് എന്ന് ദൈവം ശക്തമായി പഠിപ്പിക്കുന്നു. ദൈവത്തിന് മുഖം നോക്കി പറയാൻ അറിയത്തില്ല കേട്ടോ. ഞങ്ങളെപ്പോലുള്ളവരാണ് മുഖം നോക്കി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ധനസഹായം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ശ്ലാഘിക്കും, അതുകൊണ്ടൊക്കെ ചിലപ്പോൾ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രവാചകന്മാരിൽ കൂടെ ആകട്ടെ, ഇപ്പോൾ നാം കേട്ട വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനിൽ കൂടെ ആകട്ടെ, ദൈവത്തിന് പറയുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം മുഖം നോക്കാതെ പറയും. സഭകൾ 7 സഭയുടെ കാലഘട്ടങ്ങൾ 7 കാലയളവുകൾ എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ കാലയളവിൽ നമ്മുടെ സ്ഥിതിവിശേഷം എന്താ? അവിടെ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നു. എന്താണ് അവരുടെ പ്രശ്നം? ആ സഭയ്ക്ക് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, സ്വന്തം അരക്ഷിതാവസ്ഥയെ ഉണരാൻ കഴിയാത്ത അടിയന്തരാവസ്ഥ. ഇതാണ് ലവോദിക്യ സഭ. എന്താണ് അവരുടെ പ്രശ്നം? അവർ ചിന്തിക്കുന്നത്, ഞങ്ങൾക്കൊന്നും നഷ്ടമായിട്ടില്ല, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ച എല്ലാം ഇന്നും ഞങ്ങൾക്കുണ്ട്, എന്തിനാ ഞങ്ങൾക്ക് കുറവ്? ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾ ശരിയായ വസ്ത്രധാരണം ചെയ്തവരാണ്, ഞങ്ങൾ അരിഷ്ടരല്ല, ഞങ്ങൾ എല്ലാം കൊണ്ടും മികവുള്ളവരാണ്. തങ്ങളുടെ കാഴ്ചയിൽ അവർ തങ്ങളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ തങ്ങൾക്ക് മനസ്സിലാകുന്നത്, താങ്കളാണ് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജീവിച്ച മറ്റു സഭാംഗങ്ങളിവിടെ. ലവോദിക്യ സഭയിലെ വിശ്വാസികൾ ചിന്തിക്കുകയാണ്, കാലഘട്ടത്തിൻ്റെ ഒടുവിൽ വന്നെത്തിയ വിശ്വാസികൾ ചിന്ത, മറ്റു കാലഘട്ടങ്ങളിൽ ജീവിച്ചവരെക്കാൾ ഞങ്ങൾ സമുന്നതരാണ്. തങ്ങളെ നോക്കി തട്ടിക്കൊടുക്കുവാൻ ഇന്ന് അനേകർക്ക് കഴിയും. ചില ദൈവദാസന്മാർ പറഞ്ഞു, ഒരിക്കലും ബ്രദറൻ സഭയെ കുറ്റപ്പെടുത്തരുത്. ബ്രദറൻ സഭ നശിക്കുകയല്ല, അത് വളരുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ പറയുന്നു, അവർ വളരുന്നത് പിളരൽ മൂലമാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നാം കേൾക്കുന്നതാണ്. പക്ഷേ പൊതുവെ ചിന്തിച്ചാൽ ചിലരൊക്കെ പറയുന്നത്, ബ്രദറൻ സമൂഹത്തിന് അന്ത്യഘോഷ കൂദാശ നൽകാനുള്ള കാലമായി. ഇത് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞു കേട്ടതാ. എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നാം തന്നെയല്ലേ ചിന്തിക്കേണ്ടത്. എന്ത് സംഭവിച്ചു നമുക്ക്? ബ്രദറൻ സമൂഹത്തിന് എന്ത് സംഭവിച്ചു? എല്ലാം ഉണ്ടല്ലോ നമുക്ക്. എന്നാൽ നമുക്ക് ഇല്ലാത്ത അവസ്ഥ, നമ്മുടെ അരിക്ഷിതാവസ്ഥ ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് അനുദപിക്കുവാൻ, ഒന്ന് മാനസാന്തരപ്പെടുവാൻ, ഒന്ന് കരയുവാൻ ഒരിക്കലും മനസ്സില്ല. ഈയിടെ എൻ്റെ സഭയിൽ ഞാൻ ഒരു കാര്യം പ്രത്യേകം അവരെ ഓർപ്പിക്കുകയുണ്ടായി. വളരെയധികം മാനസിക സംഘർഷങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഇന്നത്തെ സമൂഹം, പ്രത്യേകാൽ ബ്രദറൻ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലാകട്ടെ, വ്യക്തിജീവിതത്തിലാകട്ടെ, സഭയിലാകട്ടെ സമാധാനമില്ല. എവിടെയും കലഹവും അതുപോലെ തന്നെ ശണ്ടയും.
ഇത് അന്യസംസ്ഥാനത്തിൽ നിന്ന് കാണുന്നവരുടെ കാഴ്ചയാണ് കേട്ടോ. കേരളത്തിലുള്ളവർക്ക് ഇത് കാണാനുള്ള കണ്ണുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെന്നും മിടുക്കന്മാരാ, ഞങ്ങളാണ് ശരി എന്ന് പറയുന്ന കൂട്ടരാ നാം എല്ലാവരും. പക്ഷെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ പിടികിട്ടും. ആ നിലയിൽ ഈ അരീക്ഷിതാവസ്ഥ എന്താണ്? ഒരുത്തൻ നഗ്നനാണ്, ഒരു സഭാംഗം നഗ്നനാണ്. പക്ഷേ അദ്ദേഹം ആരാധനയ്ക്ക് വരികയാണ്, വിവസ്ത്രനായി വരുന്നു. താൻ ചിന്തിക്കുന്നത് എന്താ? 3 പീസ് സൂട്ട് ധരിച്ചു വരുന്ന പോലെയാ ചിന്തിക്കുന്നത്. വിവസ്ത്രനായി വരുന്നു, പക്ഷെ താൻ ചിന്തിക്കുന്നത് നന്നായി ഞാൻ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിന്തിക്കുന്നവരാണ് ദരിദ്രനാണ്, എല്ലാ നിലയിലും ഒരു യാചകനേക്കാൾ അധമനാണ്. പക്ഷെ അദ്ദേഹം പറയുക, ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഇത് മെറ്റീരിയലായിട്ടല്ല ഞാൻ ചിന്തിക്കുക, ആത്മീക ഗോളത്തിൽ ആത്മീകമായ ചിന്തയിൽ പറയുകയാണ്. ഞങ്ങൾക്ക് എന്തിന് കുറവുണ്ട്? വചനമറിയില്ലേ? വചനം പഠിപ്പിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മുടെ മധ്യയില്ലേ? നമുക്കെന്താ കുറവ്? നമുക്ക് സമ്പത്തില്ലയോ? ഐശ്വര്യമില്ലയോ? എന്തില്ല? ഒരു കുറവുമില്ല. പക്ഷേ ലവോദിക്ക സഭകളുടെ ആ ദൂതന് എഴുതുമ്പോൾ ദൈവാത്മാവിന് പറയാനുള്ളത്, നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നും നിങ്ങളുടെ കൈവശമില്ല. എന്നിട്ട് പോലും അതില്ല എന്നുള്ളത് അറിയാനുള്ള മനസ്സില്ല, ഇല്ല എന്നുള്ളത് അറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. സോക്രട്ടീസിനോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു. സോക്രട്ടീസ് പറഞ്ഞു, എന്നാ ഞാൻ കേട്ടത്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ, എനിക്ക് വാസ്തവത്തിൽ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ സോക്രട്ടീസിന് ശിഷ്യൻ ചോദിച്ചു, അങ്ങയ്ക്കൊന്നും അറിഞ്ഞുകൂടെ? അങ്ങയ്ക്കൊന്നും അറിഞ്ഞുകൂടെ? അപ്പൊ പിന്നെന്താ ഞങ്ങൾ പിന്നാലെ കൂടുവാൻ കാരണം? അങ്ങക്കെല്ലാം അറിയാമെന്നല്ലേ ഞങ്ങൾ ചിന്തിച്ചത്. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എനിക്ക് ഒന്നറിയാം, എനിക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ള ഒന്ന് എനിക്കറിയാം, എനിക്ക് ഒന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉള്ളവരെ പോലുള്ള ഒരു അഭിനേതാക്കളാണെന്ന്, വ്യാജ സ്വഭാവം വെളിപ്പെടുത്തുന്നവരാണെന്ന, പലപ്പോഴും കപടഭക്തിക്കാരാണെന്ന. ഞാൻ എന്നോട് ഉൾപ്പെടുത്തിയാണ് പറയുന്നത് കേട്ടോ, നിങ്ങളെ ആരെയും മുറിപ്പെടുത്താനല്ല. പ്രത്യേക ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ മനസ്സ് വരട്ടെ. എനിക്കൊന്നുമില്ല. ഒന്ന് ചിന്തിക്കുക, ഒരിക്കൽ എൻ്റെ ഭാര്യ ഞാനുമായൊരു കല്യാണ വീട്ടിൽ, ഒരു കല്യാണ ഹാളിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് ആഹാരം വാങ്ങിക്കാൻ പോയി. തിരിച്ച് അതേപോലെ പിന്നോട്ട് വന്ന് അവിടെ ഇരുന്നു. പക്ഷെ ഇരുന്നപ്പോൾ അവിടെ കസേരയില്ല, കസേര മറ്റൊരാൾ വലിച്ചെടുത്തിരിക്കുക. എൻ്റെ ഭാര്യ ചോറും കറിയും കൊണ്ട് താഴെ വീണു. എന്താ കാരണം? താൻ ഇരുന്ന കസേര തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയാതെ പോയി, ഉള്ളതുപോലെ ഭാവിക്കുക. അവിടെ വന്നപ്പോൾ താഴെ വീണു, വലിയ പരുക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഒന്നുമില്ല, നാം ദരിദ്ര, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ള അറിവ് വാസ്തവത്തിൽ നമ്മെ ധനികരാക്കും. നാം അറിയാത്തതാണ്, നാം അത് സമ്മതിക്കാത്തതാണ്. കാരണം നാം അത് സമ്മതിച്ചു കൊടുത്താൽ, നാം ആത്മീക ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് ദൈവമുമ്പാകെ വിനീതമായി സമ്മതിച്ചാൽ, ദൈവം നിങ്ങളെ സമ്പന്നരാക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അവൻ്റെ കൈകളിൽ ഒരുപാട് സമ്പത്തുണ്ട്. നിങ്ങൾ ആത്മീക ധനികരാക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക ഭക്തിയെ നശിപ്പിക്കുന്ന ഒന്നാണ് നാം ഇന്ന് വെച്ചു പുലർത്തുന്ന അഭിമാനവും ധനവും. ഇത് പറയുമ്പോൾ വിഷമമൊന്നും എനിക്ക് തോന്നുന്നില്ല. അഭിമാനം. 2, നമ്മുടെ ധനം. നമ്മുടെ പിതാക്കന്മാർക്ക് വലിയ ധനമൊന്നുമില്ല, നമുക്കറിയാം. അവർ കൂര വീട്ടിലൊക്കെ പാർത്തു, കഞ്ഞി കുടിച്ചു, കപ്പ തിന്നു. എന്നാൽ അവർക്ക് ഐഹികമായ ധനമില്ലായിരുന്നു. പക്ഷേ അവരുടെ ജീവിതം മുഴുവനും ആത്മീക സമ്പത്ത് കൊണ്ട് അവർ നിറഞ്ഞവരായിരുന്നു. അവർക്ക് മറ്റു പല കുറവുണ്ടായിരുന്നു, പക്ഷേ ആത്മീക സമ്പത്ത് അവരുടെ കൈമുതലായിരുന്നു. എന്തുകൊണ്ട് നമുക്കതിലേക്ക് മടങ്ങിപ്പോയിക്കൂടാ? ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴാണ് ഈ വിഷയം പ്രാർത്ഥിക്കുന്നത്? മറ്റു ഒരു അവസരത്തിലല്ല. പ്രത്യേക ചില
വിശ്വാസികളുടെ മക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ. ഇതൊന്നാരും പറയത്തില്ല, വളരെ വേദനയോടെയാണ് ഞാൻ അവിടെ നിന്ന് കരയാറുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, സുവിശേഷ വയലിൽ അങ്ങയ്ക്ക് വേണ്ടി അനവരതം അധ്വാനിക്കുന്ന, കഷ്ടപ്പെട്ട് വേർപ്പ് ചിന്തി അധ്വാനിക്കുന്ന ദൈവദാസന്മാർ, ഞങ്ങൾക്കൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങണം, അതിലൊരു ചെറിയ ഹാൾ നിർമ്മിക്കണം, ഇത്രയും വിശ്വാസികളുണ്ട്, ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് പോകുകയാണ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്നൊരു അഭ്യർത്ഥന വന്നാൽ, ആ വരുന്ന അഭ്യർത്ഥനയുടെ കടലാസ് അവിടുത്തെ നോട്ടീസ് ബോർഡിലുണ്ടായിരിക്കും. അവിടെ പ്രസ്താവിക്കുന്നവർ പറയും, ഈ അഭ്യർത്ഥന വന്നിട്ടുണ്ട്, ദൈവത്താൽ ഭാരപ്പെടുത്തപ്പെടുന്നവർ പോയി അത് വായിച്ച് അതിൽ അഡ്രസ്സുണ്ട്, അതിൽ അക്കൗണ്ട് നമ്പറുണ്ട്, അയച്ചു കൊടുക്കുക. എൻ്റെ സഭയെ കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത്. ആ നോട്ടീസ് അവിടെ കിടന്ന് കീറിപ്പോകുന്നതല്ലാതെ അതിൽ ഒരു മനുഷ്യനും പോയി ഒന്ന് എത്തി നോക്ക പോലും ചെയ്യുകയില്ല. ധനമില്ലാഞ്ഞിട്ടാണോ? ആ നിലയിൽ ധനമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് ഞാൻ സ്വാർത്ഥനാണ്. എൻ്റെ കാര്യം നടക്കണം. ധനം മുഴുവനും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവിടുകയാണ്. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ ധനത്തെ അവിടെ നീക്കിക്കളയണം, ഞങ്ങളെ വാസ്തവത്തിൽ ദരിദ്രരാക്കണം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുപോകണം, ഞങ്ങൾക്ക് ആത്മീക സമ്പത്ത് നൽകണം. ഭക്തിയുടെ വേഷധാരികളായി ഞങ്ങൾ ജീവിച്ചത് മതിയാക്കി ഇനിയുള്ള നാളുകളിൽ കർത്താവിന് വേണ്ടി യഥാർത്ഥ ഭക്തന്മാരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ലവുദിക്ക സഭയുടെ അരിക്ഷിതാവസ്ഥയെ ആ സഭക്കാർ മനസ്സിലാക്കിയില്ല എന്നുള്ള വലിയൊരു ദുരന്തമാണ് നാം വായിച്ചു കേട്ടത്. ഇന്നത്തെ സമൂഹത്തിനും അത് വളരെ യോജിച്ച ഒന്നായി ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ള കുറവുകളെ, നമുക്കുള്ള തെറ്റുകളെ നമുക്ക് ഉപേക്ഷിക്കാം. മനസ്സിലാക്കാനുള്ള കൃപ ദൈവം നൽകട്ടെ. നാം തെറ്റുകാരാണ്, നാം വീണവരാണ്, നാം ഒന്നുമില്ലാത്തവരാണ്, നാം ദരിദ്രരാണ്, നാം നഗ്നരാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. പലപ്പോഴും ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവർ ചില വിശ്വാസികളെ തെറ്റിതിരുത്താൻ ചെല്ലുമ്പോൾ അവർ ചെയ്ത് ശരിയല്ല എന്ന് പറയാൻ ചെന്നാൽ ഇപ്പൊക്കെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതിലെന്തിരിക്കുന്നു ബ്രദർ? അതിലത് ഇത്ര വലിയ തെറ്റ്? ഇതൊന്നും സംഭവം നടക്കാത്ത കാര്യമാണോ? ഇതൊക്കെ എന്തിനാ ഇത്ര ഒരു വലിയ വിഷയമാക്കുന്നത്? അതൊക്കെ കണ്ടും കാണാതെയും കടന്നു പോവുക. അത് ഈ കാലഘട്ടം, നാം ഇപ്പം മധ്യാകാശം എത്തിയിട്ടില്ലല്ലോ, ഈ ലോകത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, ഈ ജഡത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും തെറ്റായി കരുതേണ്ട ആവശ്യമില്ല, കണ്ണടച്ച് അങ്ങ് കടന്നു പോയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കൽ ഞാനൊരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞ മറുപടി ഞാനിന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുക, ഡോണ്ട് മേക്ക് ഹ്യൂ ആൻഡ് ക്രൈ ഓവർ ദിസ് സില്ലി പെറ്റി ഇഷ്യൂസ്, ടേക്ക് ഇറ്റ് ഈസി. ഇന്നത്തെ സഭയുടെ എന്തോ പറയുന്നത് അരിക്ഷിതാവസ്ഥയുടെ ഒരു വാചകമായി ഞാനത് കരുതും. നാം വളരെ വിനയത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ കാര്യം ശരിയായില്ലോ ബ്രദറെ എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ്, അതിനെക്കുറിച്ച് ഒച്ചപ്പാടും ബഹളമൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട. ഡോണ്ട് മേക്ക് ഹ്യൂ ആൻഡ് ക്രൈ, സിംപ്ലി അക്സെപ്റ്റ് ഇറ്റ്, മേക്ക് ഇറ്റ് എന്താ പറയുന്നത്, ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് ടേക്ക് ഇറ്റ് ഈസി ഒരുപാട് കാഷ്വലാണ് നാം. വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഗോഡ്ലിനെസ്. ദൈവഭക്തിയെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഏത് കാര്യമാകട്ടെ, ആത്മീക ശുശ്രൂഷകൾ ആത്മീക കാര്യങ്ങളാകുമ്പോൾ അതിനൊരു കൊടുക്കേണ്ടുന്ന സീരിയസ്നെസ് നമ്മിലില്ല. ടേക്ക് എവറിത്തിങ് ഈസി ആൻഡ് വെരി സില്ലി. അത് ദൈവമുമ്പാകെ മഹാപാപമായി ഞാൻ കരുതും. ദൈവവചനത്തിലുള്ള പ്രമാണങ്ങൾ അത് ചെറുതോ വലുതോ, അതിൻ്റെ ലംഘനം പാപമാണ്. ആ പാപം ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവസഭയായ നമുക്ക് ഉണരാം. ഈ ലവുദിക്ക സഭയിൽ നിന്ന് നാം എങ്ങോട്ടാണ് ഇനി പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിന് തൊട്ട് മുമ്പിലത്തെ സഭയുടെ പേരെന്തുവാ? മനോഹരമായ പേരാ. എന്താ പേര്? ഫിലദൽഫിയ. സഹോദര സ്നേഹം. എന്തൊരു മനോഹരമായ സഭ! ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സഭാ കാല അളവിൽ നിന്ന് സഭ താണുപോയത് എങ്ങോട്ടാ? ലവുദിക്ക സഭയിലേക്ക്. സാധിക്കുമോ? ഒരു ബ്രദറൻ സമൂഹം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പേര്. കാരണം അത് നമ്മെക്കുറിച്ചാണ് പറയുന്നതെന്ന് സഭാ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം
ഈ ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം ആരംഭിക്കുന്നത് 1827 ആണെന്നാണ് അവരൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ ബ്രദറൻ പ്രസ്ഥാനം ആരംഭിച്ച നാളുകൾ മുതൽ കൊണ്ട് ഫിലഡൽഫിയ സഭയുടെ കാലയളവും ആരംഭിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നല്ല ചിന്തയാണ്. പക്ഷേ അങ്ങനെയുള്ള സഭ അത് മുന്നോട്ട് വളരുകയല്ല ചെയ്തത്. ഭക്തിയിൽ അത് പുരോഗമിക്കുകയല്ല ചെയ്തത്. അധംപതനത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീക അധംപതനത്തിലേക്ക് താണുപോകുകയല്ലേ ചെയ്തത്. ഫിലദൽഫിയ സഭയെ സൂക്ഷിക്കുക. നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ അവസ്ഥ ലവദിക്യ സഭയെപ്പോലെ ആകും. അതുകൊണ്ട് ഓരോ ദൈവമക്കളും വിശ്വാസിയും ഇന്ന് പിടിച്ചു നിൽക്കുക. ആ ലവദിക്യ ഫിലദൽഫിയ സഭയ്ക്ക് കൊടുത്ത ദൈവം നീ മുറുകെ പിടിച്ചുകൊള്ളുക. നീ പിടിച്ചുകൊള്ളും. നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നവയെ വിട്ടുകളയരുത്. നീ അത് മുറുകെ പിടിച്ചില്ല എങ്കിൽ നിന്റെ സ്ഥിതി അരീക്ഷിതാവസ്ഥയിലേക്ക് മാറും. ദുഃഖകരമായ ലവദിക്യ സഭയുടെ ആ ഒരു നിലയിലേക്ക് നീ താണുപോകും. ഒന്നുകൂടെ നമ്മെ ഓർപ്പിക്കാൻ വേണ്ടി ഈ വാക്ക് ഞാൻ പറഞ്ഞ് ഈ ഭാഗത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ വിടവാങ്ങുകയാണ്. നാം എന്താണ് ചിന്തിച്ചത്? പഴയ നിയമകാലാന്ത്യത്തിലും പുതിയ നിയമകാലാന്ത്യത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. സുവിശേഷന്മാരുണ്ട്, മുപ്പന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, അതുപോലെ തന്നെ മറ്റു അനേക പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ദൈവത്തിന് അതിൽ തൃപ്തിയില്ല. ദൈവത്തിന് ആവശ്യം ഭക്തരെയാണ്. യഹോവ ഭക്തന്മാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ആ നിലയിൽ ഇന്ന് യഹോവ ഭക്തിയിലേക്ക് വളരുവാൻ നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഞാൻ വീണ്ടും മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. ഈ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള നിലവിളി അല്ലെങ്കിൽ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു എന്ന് കണ്ട് അതിനെക്കുറിച്ച് ദുഃഖിച്ച് ദൈവസേന മുറവിളി കൂട്ടുന്ന ഒരു കൂട്ടം ഭക്തന്മാരുണ്ടായിരുന്നു. ഞാനത് വായിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഭക്തി കുറഞ്ഞുപോയി എന്ന് വെച്ച് അവർ വെറും കുറ്റപ്പെടുത്തൽ നടത്തുകയല്ല. സമൂഹം താണുപോയി, അന്തരീക്ഷം അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള അധംപതനമാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത്, കയത്തിൽ ഞങ്ങൾ വീണുപോയി, ഇനി രക്ഷിപ്പാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ച് അന്യോന്യം കുറ്റപ്പെടുത്തുന്നതിന് പകരമായിട്ട് പണ്ടൊരിക്കൽ ജീവിച്ചിരുന്ന ഒരു നല്ല മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 12:1 യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. മതി. യഹോവേ രക്ഷിക്കണമേ. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഒരു നിലവിളിയുടെ ശബ്ദമാണ്. യഹോവേ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുളത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നിലോ വീണുപോയ നീന്തൽ അറിയാത്ത ഒരു കുഞ്ഞിൻ്റെയോ ഒരു വ്യക്തിയുടെ നിലവിളി, എന്നെ സേവ് മീ ഓ ലോർഡ്, ഞാൻ ഇപ്പോൾ നശിച്ചു പോകും, ഞാൻ താണുപോകും എന്നുള്ള ഒരു നിലവിളി, ഒരു മുറവിളിയുടെ ശബ്ദമാണ് ഈ ഭാഗത്ത് കാണും. ഇതാരാ? സങ്കീർത്തന രചയിതാവ് ദാവീദാണ്. ദാവീദ് എത്ര വർഷം മുമ്പാ ഈ പ്രാർത്ഥന? ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പാ. ക്രിസ്തുവിന് മുൻപ് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുകയാണ്, യഹോവേ രക്ഷിക്കണമേ. താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, താൻ നാടുവാഴുന്ന ആ നാട്ടിൽ അദ്ദേഹം അല്പം ചിന്തിച്ചു നോക്കി, ചുറ്റും കണ്ണ് താനൊന്ന് ഓടിച്ചു നോക്കി. തനിക്കൊന്നും മനസ്സിലായി, എന്തോ വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നാടിൻ്റെ ദുരന്തം? മറ്റൊന്നുമല്ല, ഭക്തന്മാർ ഇല്ലാതെ പോകും. യഹോഭക്തനായ ദാവീദിന് ആ കാഴ്ച അസഹ്യമായി. അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി, ദൈവമേ ഭക്തന്മാരില്ലാതെ പോകുന്നു. ഭക്തന്മാരുടെ മറ്റൊരു പര്യായ വാക്കാണ് താഴെ വായിക്കുന്നത്, വിശ്വസ്തന്മാർ. ഭക്തന്മാരും വിശ്വസ്തന്മാരും നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഭകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയത് അന്ന് ദാവീദ. അദ്ദേഹം നിലവിളിച്ചു. പ്രിയമുള്ളവരെ, ഈ അരീക്ഷിതാവസ്ഥ മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവത്തോട് അയ്യം വിളിക്കാതിരിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ദിനംതോറുമുള്ള പ്രാർത്ഥനയിൽ മറ്റൊന്നും പ്രാർത്ഥിക്കാൻ നമുക്കില്ല. നമുക്ക് ധനം തരണം, നമുക്ക് ജോലി തരണം, മക്കൾക്ക് നല്ല സൗകര്യങ്ങൾ തരണം, അതൊന്നുമല്ല പ്രാർത്ഥനാ വിഷയം. എമർജൻസി ആയിട്ട്, വളരെ അർജന്റായിട്ട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വിഷയമേ ഉള്ളൂ. എന്താ വിഷയം? യഹോവേ രക്ഷിക്കണമേ, ഞങ്ങളുടെ മധ്യേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു,
വിശ്വസ്തന്മാർ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങളുടെ സഭയുടെ അനന്തരാവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആശങ്ക. ഈ ഭക്തൻ അങ്ങനെ കരഞ്ഞു. നമുക്കൊന്ന് കരയാൻ ദൈവം കൃപ നൽകട്ടെ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കേൾക്കാൻ ദൈവത്തിന് വലിയ കൊതിയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ ദൈവം കേൾക്കും, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സമ്മതിച്ചു. പക്ഷേ ഓരോ വിശ്വാസിയിൽ നിന്നും, ഓരോ ഭക്തനിൽ നിന്നും ദൈവത്തിന് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതാണ്: ദൈവമേ രക്ഷിക്കണമേ, രക്ഷിക്കണമേ. ഞങ്ങളുടെ സഭകളിൽ ഇന്ന് ഭക്തന്മാരില്ല, വിശ്വസ്തന്മാരില്ല. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അടുത്തതായിട്ട് മറ്റൊരു ഭക്തന്റെ പ്രാർത്ഥന, മീഖയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇതെപ്പോഴാണ്? BC 700 സമയത്താണ്. BC 1000 ക്രിസ്തുവിന് മുൻപ് 1000-ാം ആണ്ടിൽ ജീവിച്ച ദാവീദ് നിലവിളിച്ചു. അവൻ്റെ കാലഘട്ടത്തിൽ പോലും ഭക്തന്മാർ കുറഞ്ഞുപോയി, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ. രണ്ടാമത് വായിക്കാം, മീഖ 7:2. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. മതിമന്, ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി, നേരുള്ളവർ ആരുമില്ല. മീഖ തൻ്റെ പ്രവചന ദൃഷ്ടിയിൽ, ദീർഘദർശന ദൃഷ്ടിയിൽ താൻ കണ്ടു പറയുകയാണ്. തനിക്ക് ഒരു കാര്യം മനസ്സിലായി: തൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് 2 പേരാ. ആരൊക്കെയാ? ഭക്തിമാനില്ല, നേരുള്ളവനുമില്ല. ദാവീദ് പറയുമ്പോൾ അവിടെ ഭക്തന്മാരും അതുപോലെ വിശ്വസ്തന്മാരും. മീഖ പറയുകയാണ് ഭക്തിമാന്മാരും നേരുള്ളവരും. അതിൻ്റെ ഒരു പര്യായമായി കണക്കാക്കാം, ഭക്തിയുടെ പര്യായം. ഇനി അതേ കാലഘട്ടം, ഏതാണ്ട് സമകാലത്ത് ജീവിച്ച യെശയ്യാവിന് എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തോട് ചോദിക്കാം. BC 700 താൻ ജീവിച്ചത്. യെശയ്യാവിൻ്റെ പുസ്തകം 57-ന്റെ 12, 1-2 വാക്യങ്ങൾ. യെശയ്യാവ് 57, 1-2 വാക്യങ്ങൾ. നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. യെശയ്യാവിന്റെ കാലത്തുള്ള സ്ഥിതിയും മറ്റൊന്നല്ല എന്നാണ് യെശയ്യാവ് പറയുന്നത്. ദാവീദിന്റെ കാലത്ത് ആ സ്ഥിതിവിശേഷമായിരുന്നു. മീഖയുടെ കാലത്തും അതുപോലെ തന്നെ. ഇപ്പോൾ ഇവിടെ യെശയ്യാവ് പറയുകയാണ്, താനും ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ തൻ്റെ സമൂഹത്തിൻ്റെ സ്ഥിതി താൻ മനസ്സിലാക്കി. എന്താണ് അവിടെ സംഭവിച്ചത്? നീതിമാൻ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ നശിക്കുന്നു എന്നുള്ള ഒരു അവബോധം പോലും കൂടെയുള്ളവർക്കില്ല. ആരും ഗണ്യമാക്കുന്നില്ല. നീതിമാൻ നശിച്ചു പോകട്ടെ, ഭക്തന്മാരില്ലാതെ പോകട്ടെ, അതിലെന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നിലയായിരുന്നു അന്ന്. അവർ ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നേരായി നടക്കുന്നവരും. പ്രിയമുള്ളവരെ, ഇവിടെയും ഭക്തിയുടെ ഒരു പര്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. വിശ്വസ്തന്മാർ, നീതിമാന്മാർ, നേരുള്ളവർ, ഇതൊക്കെയാണ് അവിടെ വായിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഭക്തി എന്ന വിശേഷം പറയുമ്പോൾ തന്നെ ഈ ആശയങ്ങൾ നാം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. ഒടുവിലായി മലാക്കിയുടെ പുസ്തകത്തിലേക്ക് നാം വായിച്ചല്ലോ, 2:15. അത് ഞാൻ വായിച്ചു, അതിൻ്റെ അർത്ഥവും പറയുകയുണ്ടായി. എന്നാലും 400-ാം ആണ്ടിൽ, BC 400-ൽ ജീവിച്ച ഈ മഹാപ്രവാചകനായ മലാക്കി എന്താ പറയുന്നത്? വായിക്കുക. അതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്, മലാക്കി 2:15. അതൊന്നുകൂടെ നമുക്ക് ആവർത്തിക്കാം. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. മതി, ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. തമിഴിൽ പറഞ്ഞതുപോലെ തന്നെ ദൈവഭക്തിയുള്ള ഒരു സന്തതിക്ക് വേണ്ടിയല്ലോ അവൻ വിവാഹം എന്ന ആ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ ദൈവം അപ്പോഴും അന്വേഷിക്കുന്നത് ആരെയാ? കാലാന്ത്യത്തിൽ, പഴയ നിയമത്തിൻ്റെ കാലാന്ത്യത്തിൽ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും ഭക്തന്മാരെയാ. അപ്പം മലാക്കിക്കും അത് പറയാനുണ്ട്. ദൈവമേ, ഭക്തന്മാർ അറ്റുപോകുന്നു, ഒരു ഭക്തിയുള്ള കുഞ്ഞെങ്കിലും ജനിച്ചെങ്കിൽ എന്ന് ഈ മനുഷ്യനും ആഗ്രഹിക്കുക. ഇനി നമുക്ക് AD 67 വരാം. ഇപ്പോൾ നാം വായിക്കാൻ പോകുന്ന ഭാഗം നാം മുമ്പേ വായിച്ചതാണ്. 2 തിമോഥെയോസ് 3-ന്റെ 1 മുതൽ 5 വാക്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായ വേദഭാഗവുമാണ്. 1-ാം നൂറ്റാണ്ടിൽ AD 67 ബന്ധത്തിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ നിന്നാണ് നാം വായിക്കുന്നത്. വായിക്കുക 1 മുതൽ 5 വരെ.
2 തിമോത്തിയോസ് 3:1-5 വരെ. 2 തിമോത്തിയോസ് 3:1-5 വരെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും. 5-ാം വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 5-ാം വാക്യം മാത്രം. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അവന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. മതി. ദുർഘട സമയങ്ങൾ വരുന്നു അന്ത്യകാലത്ത്. ഇത് അപ്പോസ്തലനായ പൗലോസ് പ്രവാചക രീതിയിൽ പ്രവചനം പോലെ പറയുന്നതാണ്. പക്ഷേ വാസ്തവത്തിൽ ഈ മനുഷ്യൻ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതകാലത്ത് തന്നെ ഇതൊക്കെ ആരംഭിച്ചു എന്ന് തീർത്തു പറയുവാൻ കഴിയും. അവിടെ താൻ പറയുന്നത് അന്ത്യകാലം വരാനിരിക്കുകയാണ്. പക്ഷേ അന്നുണ്ടാകുന്ന ദുർഘട എന്താ അല്ലെങ്കിൽ ദുരന്തം എന്താ എന്ന് താൻ എടുത്തു പറയുകയാണ്. അന്നത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദുരന്തത്തെ കാര്യം പറയുന്നു. ഇന്നത്തെ ദുരന്തം എന്താണെന്നറിയാമോ? നാം എല്ലാവരും കാഴ്ചയിൽ അതിഭക്തന്മാരാണ്. നാം എല്ലാവരും അതിഭക്തന്മാരാണ്. നമ്മുടെ വേഷഭൂഷാദികളെ കണ്ടാൽ ആരും തെറ്റിദ്ധരിക്കുകയില്ല. ഇതുപോലത്തെ ഒരു ഭക്തിയുള്ള ഒരു കുടുംബം, ഇതുപോലത്തെ ഭക്തിയുള്ള വിശ്വാസി എന്ന് പറഞ്ഞു പോകും. പക്ഷേ പൗലോസിൻ്റെ ആശങ്ക മറ്റൊന്നാണ്. എന്താണ് താൻ പറയുന്നത്? ഭക്തിയുടെ വേഷമുണ്ട്, ഭക്തിയുടെ വേഷമുണ്ട്. എന്നാൽ ഭക്തിക്ക് വേണ്ടുന്ന ആ ചേരുവകകൾ ഒന്നും ഉള്ളിലില്ല. പുറമേ ഭക്തിയുടെ വേഷമാണ്. കാലത്തിൻ്റെ അന്ത്യത്തിലുള്ള ദുരന്തം പറയുകയാണ്. പലപ്പോഴും നാം ഭക്തിന്മാരാണെന്ന് നാം അന്യോന്യം ചിന്തിക്കും. പക്ഷെ വാസ്തവത്തിൽ ഈ ദുർഘട സമയത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് നമ്മിൽ ഭക്തിമാന്മാരില്ല. കപടഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭകളായി മാറുകയാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകം. എനിക്ക് വേദനയുണ്ട് പറയുവാൻ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, വീണ്ടും ആവർത്തിക്കട്ടെ. പൗലോസിൻ്റെ ഭാഷയിൽ അത് പറയുന്നു. പൗലോസ് പറയുകയാണ്, എല്ലാവർക്കും ഭക്തിയുടെ വേഷമുണ്ട്, ഒരാളും അതിൽ കുറവുള്ളവരല്ല. പക്ഷേ ഭക്തിക്ക് വേണ്ടുന്ന ചേരുവകൾ ഒന്നും ഉള്ളിലില്ലാതെ പുറമെ അഭിനേതാക്കളായി നല്ല നടീനടന്മാരായി നാം തീരുകയാണോ എന്ന് ഭയപ്പെടുകയാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലും ഇതിൻ്റെ ഒരു ആവശ്യം, ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ദൈവഭക്തന്മാർക്കുണ്ടായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അത് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളാണ്. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. മത്തായി 15-ന്റെ 7, 8, 9 വാക്യങ്ങൾ. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. മതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവാചക വാചകം ഉദ്ധരിച്ചുകൊണ്ട് അന്നത്തെ ജനസമൂഹത്തോട് പറയുന്ന വാക്കുകളാണ് നാം ശ്രദ്ധിച്ചത്. അവരെങ്ങനെയാ വിളിച്ചത്? കപടഭക്തിക്കാര്. അവരെ കണ്ട അങ്ങനെ തോന്നുമോ? അതിഭക്തന്മാരായാണ് കർത്താവിൻ്റെ സന്നിധിയിൽ പരീശന്മാരും ശാസ്ത്രികളും വരുന്നത്. അവരെ പോലത്ര ഭക്തിയുള്ളൊരു മനുഷ്യൻ ലോകത്തിലില്ല എന്ന് തോന്നുമാറാണ് വരുന്നത്. പക്ഷേ അവരുടെ മുഖത്തിൻ്റെ മുഖമൂടി കർത്താവ് അങ്ങ് നീക്കിക്കളഞ്ഞിട്ട് അപ്പം കണ്ടതാ ഇത് കപടഭക്തിയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും ഭക്തിക്ക് വലിയ ക്ഷാമമാണ്. കർത്താവ് അന്വേഷിച്ചിറങ്ങുന്നതും ഭക്തിക്ക് വേണ്ടിയാ. പക്ഷെ അന്നും ഭക്തിക്ക് ക്ഷാമമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്കാലത്തും അനുഭവിക്കുന്ന ക്ഷാമം ദൈവഭക്തന്മാരെ കുറിച്ചുള്ള ക്ഷാമമാണ്. ആ കൂട്ടത്തിലാണ് ഇന്ന് നമ്മളെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ദൈവഭക്തി അറ്റുപോകുന്നു, അലമുറ കൂട്ടുന്നു, നാം അന്യോന്യം കുറ്റപ്പെടുത്തുന്നു, ഒരു പ്രത്യേക സമയങ്ങളിൽ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നുണ്ട്. വെറുതെ വീണ് കിടഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാം, ഒരിക്കൽ ആയുടെ മുമ്പിൽ തോറ്റുപോയ യോശുവ നിയമപട്ടണത്തിന് മുമ്പിൽ വീണ് കിടക്കുക. അദ്ദേഹത്തിന് വാക്കുകളില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കലും തോൽവി അനുഭവിക്കാത്ത ഒരു മനുഷ്യനാണ് ഈ യോശുവ. ആദ്യത്തെ തോൽവിയാണ്. അദ്ദേഹത്തിന് അത് അസഹ്യമായി തോന്നി. ഇത് എങ്ങനെ സംഭവിച്ചു? സൈന്യങ്ങളുടെ യഹോവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൽ ഒരു തോൽവിയോ ഒരു പരാജയമോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് കാരണം അന്വേഷിച്ച് പിടികിട്ടുന്നില്ല. ഒരുപക്ഷെ
പോയ പടക്കൂട്ടത്തിൽ ആളിൻ്റെ കുറവുണ്ടായി, അതുകൊണ്ടാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒടുവിലിതാ താൻ പോയി വീണ് കിടന്നു. ദൈവസന്നിധിയിൽ ആരായുകയാണ്, ദൈവമേ, ഈ പരാജയത്തിന്, ഈ ആത്മീക അധംപതത്തിന് എന്താണ് കാരണം? അദ്ദേഹം നിലവിളിക്കുകയാണ്. ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വളരെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഭാഗമാണ്. അവിടെ നിലവിളിച്ച് കരയുന്ന ആ യോശുവയെ വിളിച്ച് ദൈവം, എഴുന്നേൽക്കുക യോശുവേ, യോശുവ നീ എഴുന്നേൽക്ക്, നീ എന്തിനിങ്ങനെ കരയുന്നു, എന്തിന് വീണ് കിടക്കുന്നു? നീ ചെയ്യേണ്ടുന്നത് പലതുണ്ട്. അതിലൊന്ന്, ഒരു ആത്മപരിശോധനയ്ക്ക് നിന്നെ വിധേയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യോശുവയോടല്ല, ദൈവജനത്തിൻ്റെ മധ്യേയുള്ള ആ ആത്മീക വീഴ്ചയെ ഒന്ന് കണ്ടെത്തുക. നീ എഴുന്നേൽക്ക്, എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ കണ്ടെത്തുക. ഈ പരാജയത്തിന്, ഈ തോൽവിക്ക് എന്താ കാരണം? ഇസ്രായേൽ പാളയത്തിൽ പാപമുണ്ട്. ദൈവം അത് വളരെ വ്യക്തമായി പറയുകയാണ്. യോശുവോട് പറയുകയാണ്, പാപം മറച്ചു വെച്ച് മുഖമൂടിധാരികളായി നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, ആഖാരെ പോലെയുള്ളവർ എല്ലാം ചെയ്യും, ഒടുവിൽ ഭക്തവേഷം അണിഞ്ഞു വരും. അവിടെ തോറ്റു, സഭ തോറ്റു, സമൂഹം തോറ്റു. പക്ഷേ സമൂഹത്തിൽ ചിലർ, യോശുവയെ പോലുള്ള ഭക്തന്മാർ, അവർക്ക് മറ്റൊന്നറിയാം, ഇതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം എൻ്റെ ദൈവത്തെങ്കിലുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ഇതിന് കാരണം ഞാൻ അന്വേഷിക്കും. ദൈവസന്നിധിയിൽ താൻ വീണ് കിടന്നു. ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകാം, ഞാൻ വിജയം നിങ്ങൾക്ക് നൽകും, വിജയത്തിലുള്ള വഴി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമുക്കറിയാം ചരിത്രമൊക്കെ. ഞാൻ പറയട്ടെ, നാം കരയുന്നവരായിരിക്കണം, പക്ഷേ ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവിടെ കുറേ ഭക്തന്മാരെ ഉളവാക്കുവാൻ. അതെൻ്റെ ചുമതലയിലേക്ക് ദൈവം തരികയാണ്. നമുക്ക് സങ്കീർത്തനം 12:1 വായിച്ചു കേട്ടതല്ലേ, ദാവീദിൻ്റെ ഒരു നിലവിളി കേട്ട്. ദാവീദ് നിലവിളിക്കുക. എന്താ നിലവിളിച്ചത്? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞങ്ങ് ദാവീദ് പ്രാർത്ഥന നിർത്തിയോ? ഒരു സങ്കീർത്തന വാക്യം കൂടെ വായിക്കും. 34 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 34:11. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, മക്കളെ വരുവിൻ, എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. 12 സങ്കീർത്തനം എന്താ പ്രാർത്ഥിച്ചേ? യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദാവീദിനോട് ദൈവം പറഞ്ഞു, ആദ്യം നിന്റെ മക്കളെ യഹോവ ഭക്തി പഠിപ്പിക്കുക, നിന്റെ സ്വന്തം വീട്ടിൽ ഭക്തി പഠിപ്പിക്കുക. നീ നിലവിളിച്ചു, സമൂഹത്തിൽ ഭക്തിയില്ല, സഭയിൽ ഭക്തിയില്ല, ശരിയാ. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു കാണും, നീ നിലവിളിച്ച് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് ഒന്ന് ബോധ്യപ്പെട്ടു, ഈ ഭക്തി സഭയിലല്ല ആരംഭിക്കേണ്ടത്, സമൂഹത്തിലല്ല ആരംഭിക്കേണ്ടത്, ഈ സ്റ്റേജിലല്ല ആരംഭിക്കേണ്ടത്, ബാലസംഘത്തിലല്ല ആരംഭിക്കേണ്ടത്. ഈ ഭക്തി ആരംഭിക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കി. എന്താ പറയുന്നേ? മക്കളെ വരുവിൻ, മക്കളെ വരുവിൻ, നമുക്കിന്ന് വിരുന്നുകൂടാം എന്ന് പറഞ്ഞാൽ 128 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ യഹോഭക്തന്മാർ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. എന്താ അവരുടെ അനുഗ്രഹം? ഞാൻ വിശ്വസിക്കുന്നത് യഹോഭക്തന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ അനുഗ്രഹം ഒരു നല്ല ധന്യ കുടുംബജീവിതമാണ്. ഭക്തന് കിട്ടുന്ന ഏറ്റവും ധന്യമായ അനുഗ്രഹം, ദ മോസ്റ്റ് ബ്ലെസ്സഡ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് ഫോർ എ ഗോഡ്ലി പേഴ്സൺ ഈസ് ഹിസ് ഫാമിലി. അപ്പോൾ ഈ ഭക്തി കുടുംബത്തിൽ ആരംഭിക്കണം. ദാവീദ് ഒരിക്കൽ മക്കളെ വിളിച്ചു. 10 വാക്യം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? 10 വാക്യം എന്താ? 34:10. അത് കാണാപ്പാടം പഠിക്കുന്ന വാക്യമല്ലേ? എല്ലാവരും വായിച്ചേ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ്. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും കുറവ് വരികയില്ല. ഞാൻ ചിന്തിക്കുന്നത്, രാജാവ് തൻ്റെ മക്കളുമായി രാജവിരുന്നിൽ ഇരിക്കുക, അത്താഴത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ ആഹാരം കഴിക്കുവാൻ അവരൊക്കെ മക്കളൊക്കെ ചുറ്റുമിരുത്തി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ആഹാരം കഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ വാചകം ചൊല്ലുകയാണ്. എന്താ പറയുന്നേ? അപ്പൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ബാലസിംഹങ്ങൾ പോലും ഇരകെട്ടാതെ നിലവിളിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന് ദൈവം നൽകിയ
ആഹാരത്തിനായി നന്ദി. ഞാൻ രാജാവാണ്, അരമനയിലാണ്. പക്ഷെ ദാവീദ് പറയുകയാണ്, ഞാൻ രാജാവായത് കൊണ്ടല്ല എൻ്റെ കുഞ്ഞുങ്ങൾ പുലർത്തപ്പെടുന്നത്. എന്തുകൊണ്ടാ? ഒരു ദൈവമുണ്ട്. കുഞ്ഞുങ്ങളെ, നമ്മെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. മക്കൾക്ക് വിദ്യ അഭ്യസിപ്പിക്കുവാൻ നാം നെട്ടോട്ടമോടുകയാണ്. പക്ഷേ കുഞ്ഞു പ്രായത്തിൽ ഈ മേശയുടെ ചുറ്റും ഇരുന്നു കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്തി പറഞ്ഞു കൊടുക്കുന്ന എത്ര പിതാക്കന്മാർ, മാതാക്കന്മാരുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. അതിൽ കുറവ് സംഭവിച്ചതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ വീണുപോയത്. എവിടെ തുടങ്ങണം? അത് ആരംഭിക്കുന്നത് നിങ്ങളുടെ മേശയിലായിരിക്കണം. നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന സമയത്ത്, സ്തുതിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ, ഇന്ന് കഴിക്കുന്ന ഈ ആഹാരം ഉണ്ടല്ലോ, ഈ പുട്ടും കടലയും, ഇത് എവിടെ നിന്ന് വന്നതറിയാമോ? അപ്പൻ രാജാവായത് കൊണ്ടല്ല. നമ്മെ കരുതുന്ന ഒരു സ്വർഗത്തിലെ പിതാവും ദൈവവുമുണ്ട്. നമ്മുടെ ദൈവം, യഹോവയായ ദൈവമാണ് നമ്മെ പുലർത്തുന്നത്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമോ? ദാവീദിന് വ്യക്തമായിട്ടറിയാം. ദാവീദ് സിംഹങ്ങളോടൊക്കെ വിളയാടിയ മനുഷ്യനാണ്. ദാവീദ് പറയുകയാണ്, ഇരകിട്ടാതെ വിശന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പല എനിമൽ പ്ലാനറ്റും അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇതുവരെ പിടികിട്ടി ഒരു ബാലസിംഹവും പട്ടിണി കിടന്ന് ചത്ത ചരിത്രം കേട്ടിട്ടുണ്ടോ? ചായം കേട്ടിട്ടുണ്ടോ? ഇല്ല, എവിടെയും കേട്ടതായില്ല. പക്ഷെ ദാവീദ് പറയുക, ഒരുപക്ഷെ അതിനും സാധ്യതയുള്ള ലോകമാണിത്. ഒരുപക്ഷെ അപ്പൻ സിംഹമായിരിക്കാം, എന്നാൽ ആ സിംഹത്തിന് പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇര നേടിക്കൊടുക്കുവാൻ കഴിയാതെ പോകാൻ സാധ്യതയുണ്ട്. ആ സിംഹത്തിന് മുറിവ് പറ്റാം, അല്ലെങ്കിൽ അത് മരണപ്പെട്ടു പോകാം, മറ്റ് മൃഗങ്ങളോടുള്ള ഏറ്റുമുട്ടലിൽ തളർന്നു പോകാം, ജീവിതസന്ധാരണത്തിന് വേണ്ടിയുള്ള ശേഷി നഷ്ടപ്പെടാം. പക്ഷേ അതുകൊണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പുലരുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ വന്ന് ചോദിക്കുന്നു, ഒരു ചോക്കോബാർ വേണം, അല്ലേ? അതൊന്നും വലിയ കാര്യമല്ലേ, ചോക്കോബാറാ. അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ട്രഷറികൾ തുറക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. ഞാനത് തെറ്റ് പറയുന്നേയില്ല. എനിക്ക് 4 പെൺകുഞ്ഞുങ്ങളാണ്. ഒരുപാട് അവരെ സ്നേഹിച്ചാണ് വളർത്തി. കണ്ണിലുണ്ണികളെപ്പോലെ എന്ന് പറയാം. ആദ്യമൊക്കെ ഒരു പരിഭവം ഉണ്ടായിരുന്നു. 4ാമത്തെ ഇനി പോകണോ, 3 കഴിഞ്ഞ് 4ാമത്തേലേക്ക് വന്നപ്പോൾ ഒരു ആൺകുട്ടി ജനിച്ചാൽ മതി എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നതാണ്. പക്ഷെ ദൈവത്തിന് പ്രസാദമായി ഒരു പെൺകുട്ടി കൂടെ ദാനമായി നൽകാൻ. എവിടെയാ? തമിഴ്നാട്ടിൽ. പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വാ തുറന്ന് അതിനകത്ത് നെൽമണി കുത്തിക്കയറ്റി അവയെ ചങ്ക് പൊട്ടിച്ച് കൊല്ലുന്ന തമിഴ്നാട്ടിൽ ദൈവം എന്നെ 4 പെൺമക്കളെ ഏൽപ്പിച്ചു. എന്നെ വിശ്വസ്തനായി എണ്ണി എന്ന് ഞാൻ കരുതുന്നു. ഞാനൊരു ഭാഗ്യവാനാണ്. ഇന്ന് ആ 4 പെൺമക്കളെ തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നുവെങ്കിൽ ഞാൻ നശിച്ച് നാറാണിയായി പോയേനെ. എന്താ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കാം. ദൈവത്തിനറിയാം. സൈമൺ സാർ, ക്ഷമിക്കണം, നമ്മുടെ എം ചെറിയൻ സാറ് പണ്ട് പറയുന്നത് അങ്ങനെയല്ലേ? സാധാരണ തമിഴ്നാട്ടിൽ പുള്ളി പ്രസംഗിക്കുമ്പോൾ പറയുന്ന വാക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആൺകുട്ടി ജനിച്ചാൽ കർത്തൃക്ക് സ്തോത്രം എന്ന് പറയൂത്രേ. പെൺകുട്ടിയാണെങ്കിൽ കർത്തൃയുടെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒന്ന് ആൺകുട്ടിയാണെങ്കിൽ കർത്താവേ സ്തോത്രം, പെൺകുട്ടിയാണെങ്കിൽ അത് ദൈവഹിതം. സ്തോത്രം പറയുമോ? പറയത്തില്ല. കാരണം പെൺകുട്ടികളോട് നമുക്ക് വലിയൊരു അവഗണനയാണ്, എന്തോ ഒരു അപമാനമാണ്, അല്ലേ എന്നൊക്കെ തോന്നിപ്പോ. ഞാൻ പറഞ്ഞു വന്നത്, ആ കുഞ്ഞുങ്ങളെ ദൈവം തന്നു, അവരെ സ്നേഹിച്ചു. പക്ഷേ അവരാരും വഷളായി പോയില്ല. കാരണം എന്തെന്നറിയാമോ? എത്ര സ്നേഹിച്ചാലും, എത്ര ഞാൻ സ്നേഹിച്ചാലും, എത്ര വാത്സല്യം കാണിച്ചാലും ഇടയ്ക്ക് നോ എന്ന് പറയുവാൻ എനിക്ക് കഴിയുമായിരുന്നു. നോ എന്ന് പറയാൻ എനിക്ക് കഴിയുമായിരുന്നു. അവരുടെ ലിമിറ്റേഷൻസ് അവർക്കറിയാം. ഞങ്ങളുടെ ഡാഡി അടുത്ത് പോയാൽ ചിലതൊക്കെ സാധിക്കാൻ പറ്റും. അവിടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും, അത്യാവശ്യം നിറവേറ്റി കൊടുക്കും. അവർക്ക് ഡാഡി വിശ്വാസമാണ്. പക്ഷേ അനാവശ്യമായി ആഡംബരങ്ങൾക്കായി എൻ്റെ കുഞ്ഞുങ്ങൾ അരികിൽ വന്നാൽ ഞാൻ തീർത്തു പറയും, നോ, നെവർ. ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നോ പറയാൻ അറിയത്തില്ല. യെസ് യെസ് എന്തു പറഞ്ഞാലും, കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ യെസ് എന്നേ പറയത്തുള്ളൂ. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ പറയട്ടെ, അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ എന്തായിത്തീരുമെന്നറിയാമോ?
ചെന്നൈയിൽ നടന്ന സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിലോടി വരികയാണ്. ആ കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നത്? അവൻ്റെ മനോഭാവം എന്താ? ഞാൻ ഈ ഭൂമിയിൽ എന്ത് ഇച്ഛിച്ചാലും എനിക്ക് ലഭിച്ചിരിക്കും, അതിന് തടസ്സക്കാർ ആരും ഈ ഭൂമിയിലില്ല, ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അത് ഞാൻ സാധിക്കും. കാരണം അങ്ങനെയാണ് അപ്പം പഠിപ്പിച്ചു കൊടുത്തത്. മോനെ, നീ എന്താഗ്രഹിച്ചാലും ഞാൻ നിറവേറ്റി തരാം. നാളെ യാഥാർത്ഥ്യങ്ങളെ കുഞ്ഞ് നേരിടുമ്പോൾ അവന് മനസ്സിലാകും, താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല പുറം ലോകം. അവിടെ വരുമ്പോൾ അവന് മാനസിക സംഘർഷങ്ങൾ ഏർപ്പെടുകയാണ്. എന്താവും ചിന്തിക്കുന്നത്? ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ഒടുവിൽ ആ പെണ്ണ് കൈവിട്ടേച്ച് പോയി. ഉടനെ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, കാരണം തനിക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് ആത്മഹത്യ, അല്ലെങ്കിൽ ആ പെണ്ണിനെ കൊല്ലും. ഇതാ ചെന്നൈയിൽ നടന്നത്. ആ മകൻ്റെ ജീവിതശൈലി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാ. ചെറുപ്പത്തിൽ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന പ്രവണത. പ്രിയമുള്ളവരെ, മക്കളെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക. പക്ഷേ വേണ്ടെടുത്ത് ഇല്ല, തരത്തില്ല. നിങ്ങളുടെ സ്വഭാവം അവർ മനസ്സിലാക്കണം. കഷ്ടതയിൽ മക്കളെ വളർത്തുവാൻ പഠിപ്പിക്കുക. നിങ്ങളുടെ ഇല്ലായ്മകൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാളെ ഇത് വലിയ ദുരന്തമായി തീരും. ഭക്തിയുള്ള തലമുറ നമുക്ക് ശേഷിക്കുകയില്ല എന്നുള്ളവർക്ക്. ഇവിടെ ദാവീദ് എന്താ ചെയ്തത്? താൻ യഹോവ ഭക്തന്മാരാക്കുവാൻ തൻ്റെ മക്കളെ തിരഞ്ഞെടുത്തു. എൻ്റെ മക്കളെങ്കിലും സമൂഹത്തിൽ ഭക്തന്മാരായി ജീവിക്കുന്ന കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കാണും. സാധാരണ ഞാൻ ഇത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്, ദാവീദിന് തന്നെ മക്കളെ പഠിപ്പിക്കുവാൻ എന്തൊക്കെ സാധിക്കും? ദാവീദ് ആരാ? എന്തൊക്കെ മക്കൾക്ക് പറഞ്ഞോളൂ. ഇപ്പോൾ സാധാരണ പ്രിയ ടൈറ്റസ് സഹോദരൻ്റെ കുഞ്ഞുപടി മക്കളുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ആദ്യം ആഗ്രഹിക്കുന്നത് മ്യൂസിക്കായിരിക്കും, അല്ലേ? ടൈറ്റസ് ഇവിടെ ഇല്ലയോ? അപ്പോൾ അവിടെയുള്ളൂ. അങ്ങയുടെ ആഗ്രഹം എന്താ? നിങ്ങളുടെ മക്കൾ എന്താകണം? ഒന്നെങ്കിൽ ഗാനാലാപകന്മാർ, അല്ലെങ്കിൽ വായിക്കുന്നവർ, അതൊക്കെ അല്ലേ ഞാൻ ചിന്തിക്കാൻ പറയുക. നമ്മുടെ ആഗ്രഹം അതാ. ദാവീദ് ആരായിരുന്നു? എത്രയോ മനോഹരമായി വീണ മീട്ടുന്നവൻ, അല്ലേ? അവന് മക്കളെ വിളിച്ച്, മക്കളെ ആ ഹാർപ്പും അതുപോലെ തമ്പുരൊക്കെ എടുത്തുകൊണ്ട് പോവാൻ ഞാൻ നിങ്ങൾക്ക് സംഗീതം പഠിപ്പിക്കാം, തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ അസ്ത്രവിദ്യ, മനോഹരമായി അസ്ത്രം വയ്ക്കുന്നവന് ദാവീദ്. മക്കളെ വരിക, യുദ്ധമുറകൾ പഠിപ്പിച്ചു തരാം. ഇതിനൊന്നുമല്ല മക്കളെ വിളിച്ചത്. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണം. പക്ഷേ അത്യന്താപേക്ഷിതമായ ആവശ്യം എന്താ? നിങ്ങളുടെ മക്കൾ ഡോക്ടറാകണം, ബിരുദധാരികളാകണം, വക്കീലാകണം, കളക്ടറാകണം, നല്ല ആഗ്രഹങ്ങൾ. പക്ഷെ അതിലുപരിയായിട്ട് എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരു യഹോവ ഭക്തിയുള്ള സ്ത്രീയും യഹോവ ഭക്തിയുള്ള മനുഷ്യനുമായി മാറണം. ഈ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിച്ചു തരും. പ്രിയമുള്ളവർ, അതില്ലാതെ പോകുകയില്ല. അപ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഞാനത് വിശ്വസിക്കുക. അങ്ങനെ ഭക്തിയുള്ളവരെ ഉളവാക്കുവാൻ കുടുംബങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് ആ ഒരു ആഹ്വാനമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ നിർത്തുവാൻ പോകുകയാണ്. ഇന്ന് കേട്ട ചിന്തകൾ നമ്മുടെ ജീവിതത്തോട് ഏത് നിലയിലാണ് ഇടപെട്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സിലുള്ള ചില ഭാരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും മലാക്കി പുസ്തകം വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന വാക്ക്, ദൈവത്തിനും ചില സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. ഈവൻ ഗോഡ് ഹാസ് ഹിസ് ഓൺ പേഴ്സണൽ സോറോസ്. ദൈവം അത് എല്ലാവരോടും പങ്കുവെക്കുകയില്ല. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് പറയും. തൻ്റെ വേദനകളെ പറയുവാൻ ഒരു മലാഖിയെ ദൈവം തിരഞ്ഞെടുത്തു. മലാഖിലൂടെ എന്താ താൻ പറഞ്ഞത്? എനിക്ക് ഭക്തിയുള്ള മക്കളില്ല. പണ്ടൊരിക്കൽ ഹന്ന വളർത്തി ഒരു കുഞ്ഞിനെ, ശമൂവേൽ ബാലനെ, അവളെനിക്ക് അതിനെ മടക്കി തന്നു. എനിക്ക് ഭക്തിയുള്ള ഒരു കുഞ്ഞിനെ ഹന്നയാണ് തന്നത്. യോഗ്യഭേത്തിനെ കുറിച്ച് പറയാൻ കഴിയും. എനിക്ക് ഭക്തിയുള്ള ഒരു പ്രവാചകനെ ആ യോഗ്യഭേത്ത എഴുന്നേൽപ്പിച്ച് തന്നത്. ഞാൻ എൻ്റെ സങ്കല്പങ്ങൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവസന്നിധിയിൽ പഴയ നിയമ ഭക്തകളൊക്കെ വന്നു നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ അവർ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ വന്നു നിൽക്കുമ്പോൾ, മോശെ വന്ന് നിന്റെ പ്രതിഫലം വാങ്ങിക്കൊള്ളുക എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മോശയുടെ പേര് വിളിക്കും. എന്നിട്ട് മോശ ഇങ്ങോട്ട് വരാൻ പറയും. ആ പ്രതിഫലവൻ്റെ കയ്യിലേക്ക് കൈമാറുന്നതിന് മുമ്പ് തന്നെ മോശയുടെ അമ്മയെ വിളിക്കും. യോഗ്യവന്ന്, ഈ ഭക്തൻ എനിക്ക് വളർത്തിക്കൊണ്ടുവന്നത് നീയും നിന്റെ ഭർത്താവുമാണ്. മോശയ്ക്ക് ആ വലിയ പ്രതിഫലം ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങളാണ് പ്രതിഫലം വാങ്ങിക്കേണ്ടത്. കാരണം നിങ്ങളാണ് ആ മകനെ വളർത്തിയത്. അതുപോലെ തന്നെ ഹന്നയെ വിളിക്കും.
ശമൂവേൽ ബാലനെ വിളിച്ച് ശമൂവേലിനെ ദാൻ മുതൽ ബർശേബ വരെയുള്ള ആ പൂർണ്ണമായ ഇസ്രായേൽ ദേശത്തിൽ വിശ്വസ്ത പുരോഹിതൻ, വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ടവൻ, അവനെയും വിളിച്ച് പ്രതിഫലം നൽകുവാൻ നിർത്തുമ്പോൾ ഉടനെ ആരെ വിളിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുക, അവന് പ്രതിഫലം കൈമാറുന്നതിന് മുമ്പ് തന്നെ ഹന്നേ ഒന്ന് ഇറങ്ങി, ഒന്ന് വാ, നിങ്ങളൊന്ന് കാണ്, ഈ സദസ്സൊന്ന് കാണട്ടെ, ഹന്നയൊന്ന് നിങ്ങൾ ദർശിക്കുക. കാരണം ഹന്നയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവനാണ് ഈ ശമൂവേൽ. ദൈവത്തിന് ഹന്നയോട് ഒരുപാട് കടപ്പാടുണ്ടാകും, യോഹേബേദിനോട് ഒരുപാട് കടപ്പാടുണ്ടാകും. എന്തിനേറെ പുതിയ നിയമത്തിൽ തിമോത്തിയോസിനെ കുറിച്ച് വായിക്കുന്നു. തിമോത്തിയോസിന് പ്രതിഫലം കൊടുക്കുമ്പോൾ ആരെ വിളിക്കുമെന്നാ നിങ്ങൾ വിചാരിക്കുന്ന? ഒരുപക്ഷെ പൗലോസിനെ ആയിരിക്കും വിളിക്കുക. ആണോ? അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കുന്നത് ആരെയാ? ലോബീസിനെയും അമ്മയും അമ്മാമ്മയെ എന്ന് പറഞ്ഞാൽ വല്യമ്മയെയും. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൻ്റെ ആവശ്യം, സഭയുടെ ആവശ്യം ഭക്തിയാണ്. അതാണ് അന്യം നിന്ന് പോയിരിക്കുന്നത്. മറ്റെല്ലാം നമുക്കുണ്ട്. അത് നേടുവാൻ എൻ്റെ ഒരു കൂട്ടായ്മ, എൻ്റെ ഒരു സഹകരണം ആവശ്യമാണ് ദൈവത്തിന്. ദൈവം പറയുകയാണ്, നിൻ്റെ മക്കളെയെങ്കിലും എനിക്ക് ഭക്തന്മാരായി നീ മാറ്റിത്തരുമോ? നിൻ്റെ കുഞ്ഞായി ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിനെ നാളുകൾ കഴിയുമ്പോൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ഭക്തനായി മാറ്റിത്തരുമോ? മറ്റൊരു കാര്യം കൂടെ ഓർക്കുകയാണ്. എലിയാവ് ഇപ്പോൾ ദൈവ നിയോഗം പ്രാപിച്ച് ഒരു മനുഷ്യൻ അന്വേഷിച്ചു പോകുകയാണ്. ആരാണ് മനുഷ്യൻ എന്ന് അവനെ അറിയാം, അഡ്രസ്സും പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് പോയി. അങ്ങനെ എലീശയുടെ ആ വയലിലെത്തുകയാണ്. വയലിലെത്തിയ ഉടനെ പുതപ്പൊക്കെ ഇട്ടു. അപ്പോൾ എലീശ എന്താ പറഞ്ഞത്? എലീശ പറയുകയാണ്, സാറേ, യജമാനനെ ഒരു രണ്ട് നിമിഷം ഞാനൊന്ന് പോകട്ടെ, മടങ്ങിപ്പോകട്ടെ. എന്തിനാ ബ്രദറെ പോകുന്നത്? പോകാനുള്ള ഉദ്ദേശം എന്താ പറഞ്ഞത്? എലീശ എന്താ പറഞ്ഞത്? പുതപ്പ് തൻ്റെ മുകളിൽ വീണു, ഇനി അങ്ങ് പിന്തുടർന്ന് പോയാൽ മതി. പക്ഷേ ആ ബാലൻ പറയുകയാണ്, സാറേ, യജമാനനെ ഒന്ന് കാത്തിരിക്കണം, എനിക്ക് ഒരു കാര്യം എന്താ DVക്ക് പറയാൻ കഴിയാം, ഇവിടെയുള്ള സഹോദരിമാർ പറയാലോ. എന്താ പറഞ്ഞത്? ഉറക്കെ പറയാം. വീട്ടിലേക്ക് പോയിട്ട് വസ്ത്രം മാറിയിട്ട് വരട്ടെ, അതാണോ പറഞ്ഞത്? ഞാൻ ചെന്ന് എൻ്റെ പിതാവിനെയും മാതാവിനെയും ചുംബിക്കട്ടെ. എന്താ എന്തിനു വേണ്ടിയാ? വെറും ഒരു ചുംബനം കൊടുത്ത് വിട പറയാനാണോ? അല്ല. തന്നെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കന്മാരുള്ള നന്ദി സൂചകമായിട്ട് ആ മകൻ കെട്ടിപ്പിടയ്ക്കുകയാണ് അമ്മയെ. അമ്മേ, എന്നെ വളർത്തിക്കൊണ്ടുവന്നു, ഞാൻ വളർന്ന സാഹചര്യം എനിക്ക് നന്നായിട്ടറിയാം. നമുക്കൊരുപാട് വയലുണ്ട്, നാം ധനികരാണ്, ഒരുപക്ഷെ ജമീന്ദാരെ പോലെ ജീവിച്ച കുടുംബമാണ്. പക്ഷേ അമ്മയും അപ്പനും എന്നെ പഠിപ്പിച്ച വിധം ഞാൻ ഓർക്കുകയാണ്. കൂലിക്കാരുടെ കൂടെ ആ ചേറ്റിൽ എൻ്റെ കാലുകളും പതിയുവാൻ, ജോലിക്കാരുടെ പിന്നാലെ ആ ഏറ് ഉഴുതുവാൻ എന്നെ പറഞ്ഞു വിട്ടില്ലേ? വെയിലിലും മഴയിലും ഞാൻ അധ്വാനിക്കാൻ എന്നെ അനുവദിച്ചില്ലേ? അന്ന് ഞാൻ ഒരുപക്ഷെ അപ്പച്ചനെയും അമ്മയെയും ശപിച്ചു കാണും. എൻ്റെ മനസ്സ് ദുഃഖമുണ്ട്. ഈ അപ്പൻ ഇങ്ങനെ ഇത്ര വലിയ ധനികനായിട്ട് പോലും ഈ ചേറ്റിൽ എൻ്റെ കുഞ്ഞിക്കാലുകൾ ചവിട്ടുവാൻ എന്തിനെ അനുവദിക്കുന്നു? അമ്മേ, ഒന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കാൻ തോന്നിക്കാണും. പക്ഷേ ഈ കുഞ്ഞ് ചോദിച്ചില്ല. അവന് മനസ്സിലായി അവനെക്കുറിച്ച് ദൈവത്തിനൊരു ദൗത്യമുണ്ടായിരുന്നു. അവൻ മനസ്സിലാക്കി, അതിനു വേണ്ടിയാണ് എൻ്റെ അമ്മയപ്പന്മാർ ഇത്ര കഠിനമായ കഷ്ടത്തിൽ കൂടെ എന്നെ കടത്തിവിടുന്നത്. അതിൻ്റെ അന്ത്യം മനസ്സിലായി. അതുകൊണ്ട് ഇവൻ ഈ പുതപ്പിന് വേണ്ടി കാത്തിരിക്കുക. കാരണം ഒരുക്കപ്പെട്ടവരായി നിൽക്കുക. അമ്മയപ്പന്മാർ അവനെ ഒരുക്കി. ആ ഒരുക്കപ്പെട്ടവനെ കണ്ടെത്തുവാൻ ദൈവം എലിയാവിനെ പറഞ്ഞയച്ചു. പുതപ്പ് വീണു. പക്ഷെ അവൻ ഒടുവിൽ പറയുന്ന ഒരു വാചകം മാത്രമേ ഉള്ളൂ. ഈ വാചകം എന്നെ ഏറെ കോരിത്തരിപ്പിച്ച വാചകമാണ്. ഞാനും പറയട്ടെ, എൻ്റെ അമ്മയപ്പന്മാരെ ഞാൻ ചുംബിച്ച കർത്താവിൻ്റെ പേരേക്ക് വന്നത്. ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട് എൻ്റെ അപ്പനെ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരം കടന്നു പോയി തോന്നുന്നില്ലേ? അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഒരു സ്വന്തം കഥയായാൽ കുറച്ചുകൂടെ നമുക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എൻ്റെ ഫാദർ ഒരു ടീച്ചറായിരുന്നു.
ഞങ്ങൾ പാർത്തിരുന്നൊരു ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീട്ടിലാണ്. അതിന് നേരെ എതിരിൽ ഒരു വിനായക ക്ഷേത്രമുണ്ട്. രാവിലെ 5:30 മണിയായാൽ അവിടെ ഈ മൈക്കിൽ ലൗഡ് സ്പീക്കറിലൂടെ ഭക്തി ഗാനങ്ങളൊക്കെ അവർ ശബ്ദത്തിൽ വെക്കാൻ തുടങ്ങും. എൻ്റെ അപ്പൻ 4 മണിക്ക് 4:30 എഴുന്നേൽക്കും. ഒരു പഴയ ഹാർമോണിയപ്പെട്ടി അവിടെ വീട്ടിലുണ്ട്. അത് വെച്ച് പുള്ളിക്ക് വായിക്കാനൊന്നും അറിയില്ലെങ്കിലും പുള്ളി അതിൽ സരിഗമൊക്കെ വായിക്കും. എന്നിട്ട് കുറേ തമിഴ് പാട്ടുകൾ, പ്രഭാത കീർത്തനങ്ങൾ പാടും. അപ്പോൾ മണി ഏതാണ്ട് 5 ഈ 5 മണിക്ക് ഞങ്ങളൊക്കെ അപ്പോഴാ പുതച്ചു പോകുന്ന ഉറക്കം തുടങ്ങുന്നത്. ഞങ്ങൾ 5 മക്കളാണ്. എന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ, 5 മണിയായാൽ ഓടി അകത്തേക്ക് വരും. എന്തിനാ എല്ലാം പുറത്തു പോകും. അന്നൊക്കെ പുറത്താണ്, രാവിലെ എഴുന്നേറ്റോടെ പുറത്തു പോകണം. ഞങ്ങൾ 5 പേരും പാതി കണ്ണ് തുറന്ന് പാതി കണ്ണടച്ച് വഴി തപ്പി പുറത്തു പോയിട്ട് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും പായ തേടി തിരിച്ചെത്തും. പായ തേടി തിരിച്ചെത്തുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള പായ നടുക്കിലിട്ടുണ്ടാകും. വിളക്ക് തെളിയിച്ച് വയ്ക്കും. ഞങ്ങൾക്ക് വരുന്ന അരിശമുണ്ടല്ലോ, ഈ മനുഷ്യൻ ഒരു മൃഗമാണോ, കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ? എന്നിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിപ്പിക്കുന്നറിയാമോ? പാട്ടുപാടി തുടങ്ങിയാൽ പാട്ട് പാടുന്ന നേരം മുതൽ കൊണ്ട് ഞങ്ങൾ 5 പേരും മുട്ടുമ്പോൾ നിൽക്കണം. മുട്ടുമ്പോൾ നിന്നാണ് പാട്ട് പാടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വചനം അത് മുട്ടുമെന്ന് വായിക്കും. മുട്ടുമ്പോൾ നിന്ന് അന്ന് ഞാനോ എൻ്റെ അനിയത്തിയോ വായിക്കുള്ളൂ, ബാക്കിയൊക്കെ കൊച്ചുങ്ങളാണ്. അങ്ങനെ വായിപ്പിക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ പിതാവ് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ നീരസം അല്ലെങ്കിൽ വെറുപ്പ് തന്നെയാണ്. അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കാനേ തോന്നത്തില്ല. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഈ നിലയിൽ ഞങ്ങളെ നടത്തുന്നു? പക്ഷേ എൻ്റെ പിതാവ് എൻ്റെ വിവാഹത്തിന് വേണ്ടി പെണ്ണ് കണ്ട് വീട്ടിൽ തിരിച്ചെത്തിയ അന്ന് അടുത്ത ദിവസം പരേതനായി. എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദ്രോഗത്താൽ താൻ മരണപ്പെട്ടു. പെണ്ണ് കണ്ടു എന്നൊരു കാരണമേ ഉള്ളൂ അപ്പൻ്റെ മരണത്തിന്. അതിനെക്കുറിച്ച് കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ പിന്നെ ഉണ്ടായി. ഈ പെണ്ണാണ് എൻ്റെ അപ്പൻ്റെ മരണത്തിന് കാരണമെന്ന് വിശ്വാസികൾ പോലും പറയുവാനിടയായി. പറഞ്ഞു വന്നത് അങ്ങനെ അപ്പൻ 54-ാമത്തെ വയസ്സിൽ മരിച്ചു. അന്ന് അപ്പനെ അടക്കം ചെയ്യുന്ന ആ രംഗം ഞാൻ ഓർക്കുകയാണ്. ആ മുഖത്ത് വീണ് കിടന്ന് ഞാൻ ഒരുപാട് ചുംബിച്ചു. അപ്പ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഒരുപാട് വേദനയുണ്ട്, ക്ഷമ പറയാൻ നേരം കിട്ടിയില്ല, ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ന് ഈ നിലയിൽ ഞങ്ങൾ 5 മക്കളും ദൈവഭക്തിയിൽ വളർന്ന് ഇന്ന് ആയിരിക്കുന്നിടത്തൊക്കെയും ദൈവസാക്ഷ്യം വഹിച്ചു നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. ഞാനും എൻ്റെ അനിയനും എൻ്റെ ഒരു അളിയനും സുവിശേഷ വേലയിലാണ് കോയമ്പത്തൂരിൽ. അങ്ങനെയുള്ള ഒരു ഭക്ത കുടുംബത്തെ ഉളവാക്കുവാൻ തക്കവണ്ണം ദൈവം എളിയവനായ എൻ്റെ പിതാവിന്, വളരെ എളിയവനായ എൻ്റെ പിതാവിന്, തനിക്ക് വലിയ പാണ്ഡിത്യമില്ല, കഴിവുകളില്ല, ധനമില്ല, ഒന്നുമില്ല. പക്ഷേ തനിക്കുണ്ടായിരുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏൽപ്പിച്ച് താൻ അന്ത്യവിടവായി. ദൈവജനമേ, അന്ത്യകാല സഭയും ഭക്തിയും എന്നുള്ള വിഷയം പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചുമതലകളൊന്ന് നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭക്തരാക്കുവാൻ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ നിലവിളിക്കുന്നു. സഹോദരിമാരോട് ഒരിക്കൽ യെരൂശലേം പുത്രിമാരോട് കർത്താവ് പറഞ്ഞ അതേ വാക്കുകൾ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഞായറാഴ്ച സഭായോഗത്തിൽ വന്ന് കർത്തൃമേശ ആചരിക്കുമ്പോൾ കണ്ണുനീർ വീഴ്ത്തണ്ട. അതുകൊണ്ടൊന്നും കാര്യമില്ല, കർത്താവ് ഉയർത്തവനാണ്. പക്ഷെ കരയേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. അന്ന് തന്നെ കർത്താവ് ഓർമ്മിപ്പിച്ചു, മക്കളുടെ ജീവിതത്തെക്കുറിച്ച്, മക്കളുടെ ഭാവിയെക്കുറിച്ച് വളരെ കരുതലുള്ളവരായിരിക്കണം നിങ്ങൾ. ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങൾ മാറിൽ ചുമക്കുന്ന അതേ കുഞ്ഞുങ്ങൾ 40 വർഷം കഴിയുമ്പോൾ AD 70 ടൈറ്റസിന്റെ വരവിൽ യെരൂശലേം ദേവാലയം തീക്കരയാക്കുമ്പോൾ ഈ ചുമക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് വയസ്സുണ്ട്? 40 വയസ്സുകാർ. 40 വയസ്സുള്ള യുവാക്കന്മാരെ മരം വെട്ടിച്ചുകൊണ്ട് ആ മരത്തിന്മേൽ ക്രൂശിച്ചവനാണ് ടൈറ്റസ്. മക്കൾക്ക് വേണ്ടി കരയുക. ഭക്തിയുള്ള സന്തതി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉളവാകട്ടെ. കർത്താവേ, ഞങ്ങൾ കുടുംബമായി ഇപ്പോൾ മുട്ടുമടക്കുന്നു. ഞങ്ങളിൽ കൂടെ വേണം ഈ സഭയ്ക്ക് ചില ഭക്തന്മാരെ ദൈവം നൽകുവാൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനായി അഭ്യസിപ്പിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.